പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. ഇപ്പൊ ഭഗവാൻ ഒരു മരം മുറിക്കണ കാര്യമാണ് ഇപ്പൊ പറയാൻ പോണത്. മരം വെട്ടണ കാര്യം. ഇന്നലെ പറഞ്ഞു, ഈ വൃക്ഷം വേദപ്രഥിതമായ വൃക്ഷമാണ്. വേദം ചോദിക്കുന്നു, ഏതാ ഈ വൃക്ഷം? ഈ വൃക്ഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ കാട് ഏതാണ് എന്ന് വേദത്തിലൊരു ചോദ്യമുണ്ട്. ഈ വൃക്ഷം ഏതാണ്? കിം തദ്വനം? ബ്രഹ്മമാണ് ആ വൃക്ഷം, ബ്രഹ്മമാണ് വനം. ബ്രഹ്മ തദ്വനം ബ്രഹ്മസ വൃക്ഷ ആസീത്. ഇപ്പോ നമ്മുടെ ശരീരമാണ് ഈ മരം. ഊർധ്വമൂലം അധശാഖം, തലകീഴായിട്ട് നിൽക്കണം മരം. ഈ മരത്തിന്റെ വേര് ബുദ്ധിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് മുകളിലേക്ക് അതിന്റെ വേര് എന്ന് പറഞ്ഞത്. അതിന്റെ ശാഖകളും ഇലകളും ഫലവുമൊക്കെ ഇന്ദ്രിയങ്ങളുടെ ഓരോ സ്ഥാനങ്ങളിലുമായിട്ട് ചുവട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോ ഓരോ ശരീരവും ഓരോ മരമാണ്. അതിന്റെ മൂലം അജ്ഞാനം എന്ന് പറയുന്നത് ബുദ്ധിയിലിരിക്കണം. അവിടുന്നാണ് ഈ അജ്ഞാനം നീങ്ങേണ്ടത്. അതിന്റെ വേരവിടെയാണ്. അതാണ് തലകീഴായിട്ട് നിൽക്കണ മരം എന്ന് പറഞ്ഞത്. ഊർധ്വമൂലം, മൂലം എന്ന് പറഞ്ഞാൽ വേര്. അധഹ ശാഖം, ശാഖം എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച്, ശാഖകൾ. അശ്വത്ഥം, നാളേക്ക് നിൽക്കാത്ത മരം എന്നുള്ളത് കൊണ്ട് അതിന് അശ്വത്ഥം എന്ന് പേര്. ആല്. പ്രാഹുഹു അവ്യയം. ഭഗവാൻ അതിനൊരു വിശേഷണം കൊടുത്തു, ഇത് അവ്യയമാണെന്നാണ്. എന്നുവെച്ചാൽ ഈ സംസാര വൃക്ഷം അവ്യയമാണെന്ന് ഭഗവാൻ പറയാൻ കാരണം എന്ത് എന്നുവെച്ചാൽ, ഇത് അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ നിങ്ങൾ ഒരാൾക്ക് സത്യം അറിഞ്ഞ് രക്ഷപ്പെട്ടു പോവാം, ലോകം ഇങ്ങനെ തന്നെ ഇരിക്കും. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ലോകം നന്നാക്കാൻ നോക്കുക എന്ന് പറയുന്നത് നായുടെ വാല് നിവർത്താൻ നോക്കണ പോലെയാണ്. അദ്ദേഹം കുറെ പരിശ്രമിച്ചിട്ട് അവസാനം പറഞ്ഞതാണ്, ഞാനിപ്പോ മനസ്സിലാക്കണു, നായുടെ വാല് നിവർത്താൻ നോക്കണ പോലെയാണ്, നിവർത്തും തോറും വളയും. ഇതുകൊണ്ടൊരു പ്രയോജനമുണ്ട്. അവസാനം എന്താ പ്രയോജനം വെച്ചാൽ, ഇത് നിവരില്ല എന്നുള്ള അറിവാണത്ര പ്രയോജനം. നിവൃത്തി അവസാനം ഇത് നിവരില്ല എന്നറിയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് വിടും. പക്ഷേ അപ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിലുള്ള കുറെ ഒടിവും വളവൊക്കെ നിവരും, അജ്ഞാനമൊക്കെ കുറെ പോകും. പിന്നെ അത് വളഞ്ഞിരിക്കും. എന്തിനാന്ന് വെച്ചാൽ ബാക്കിയുള്ള ആളുകൾ, പുറകെ വരുന്ന ആളുകളൊക്കെ ഇത് നിവർത്താൻ നോക്കും. അങ്ങനെ അനാദികാലമായി ഈ സംസാരത്തിന്റെ സ്വഭാവത്തിനെ മാറ്റി തീർക്കാനായിട്ട് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം, അല്ലേ? ലൗകികരും അധ്യാത്മത്തിലുള്ളവരും വേദാധ്യയനം ചെയ്തിട്ടുള്ളവരും ഋഷികളും അവതാര പുരുഷന്മാരും എന്ന് വേണ്ട എല്ലാവരും ഈ ലോകത്തിനെ സ്വർഗരാജ്യമാക്കി മാറ്റാൻ വല്ല വഴിയുണ്ടോ, സ്വർഗത്തിനെ എവിടെ കൊണ്ടുവരാൻ വല്ല വഴിയുണ്ടോ എന്നൊക്കെ നോക്കിയതാണ്. എന്തൊക്കെ ചെയ്താലും ഈ ചെയ്യണവരൊക്കെ പോയി പോകണു, ലോകം അതേപടി നിൽക്കണു. ഇത് അവ്യയമാണ് ഈ വൃക്ഷത്തിന്റെ സ്വഭാവവും, അത് അതേപടി നിൽക്കും. ഇനിയിപ്പോ അവ്യയം എന്നുള്ളതിന് മറ്റൊരു ഹേതു, അതിന്റെ മൂലമായ വസ്തു ബ്രഹ്മമായതുകൊണ്ട് നിത്യമായ സത്യത്തിലാണ് ഈ വൃക്ഷം പ്രതിഷ്ഠിതമായിരിക്കുന്നത്. ഈ സംസാരം എന്ന് പറയുന്ന ഈ അനുഭവം എവിടെ ഇരിക്കണു? കസ്മിൻ പ്രതിഷ്ഠിത? ഏതൊന്നിലാണ് പ്രതിഷ്ഠിതമായിട്ടിരിക്കുന്നത്? ബ്രഹ്മണി, ചിദാകാശത്തില് ബ്രഹ്മത്തിലാണ് നിൽക്കുന്നത്. ബ്രഹ്മത്തിൽ എങ്ങനെ പ്രതിഷ്ഠിതമായിട്ടിരിക്കണു എന്ന് വെച്ചാൽ, സ്വപ്നം കാണുന്നവന്റെ ഉള്ളിൽ സ്വപ്നം എന്ന വണ്ണം, സ്ക്രീനിൽ സിനിമ പോലെ, മരുഭൂമിയിൽ മരീചികാജലം പോലെ. അപ്പൊ വാസ്തവത്തിൽ മരുഭൂമിയിൽ ജലമുണ്ടോ? ജലമില്ല. സ്ക്രീനിൽ സിനിമയുണ്ടോ? ഇല്ല. സ്വപ്നം കാണുന്നവന്റെ സ്വപ്നം ഉണ്ടോ? ഇല്ല. കാണുന്നവനാണ് സത്യം, സ്ക്രീനാണ് സത്യം, അല്ലേ?
അതേപോലെ അധിഷ്ഠാനമാണ് സത്യം. അധിഷ്ഠാനത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ കാണപ്പെടുന്നത്. കയറിൽ പാമ്പ് കാണപ്പെടുന്നു. കയർ അധിഷ്ഠാനം, പാമ്പ് ആരോപണം. ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ പാമ്പില്ല, അവിടെ കയറേ ഉള്ളൂ. അതേപോലെ ഈ പ്രപഞ്ചം മുഴുവനും, ഇതൊന്നും ഓഫ് ചെയ്തേക്കും, പ്രപഞ്ചം അനുഭവപ്പെടുന്നതായ സ്വരൂപത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രപഞ്ചമില്ല, ആത്മാവേ ഉള്ളൂ. ജ്ഞാനികൾ അവസാനത്തെ നിരൂപണമാണ് ഇവിടെ. ആത്മാവിൽ നിന്ന് അന്യമായി ഒന്നും തന്നെ ഇല്ല. ഇദം സർവം യദയമാത്മാ. ഉപനിഷത്ത് മുഴുവൻ കടഞ്ഞെടുത്താൽ വരുന്ന ഒരു മഹാവാക്യമാണ് ഇദം സർവം യദയമാത്മാ. ഇവിടെ കാണപ്പെടുന്നത് എന്തൊക്കെ ഉണ്ടോ, കാണുന്നവനും കാണപ്പെടുന്ന വസ്തുവും അറിവും ഒക്കെ തന്നെ ആത്മസ്വരൂപമാണ്. ആത്മാവിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല. ഈ അറിവ് അവ്യയം, ഈ ജ്ഞാനസ്വരൂപമായ അധിഷ്ഠാനത്തിൽ ഈ പ്രപഞ്ചം കാണപ്പെടുന്നത് കൊണ്ട് അവ്യയം എന്ന് പറഞ്ഞു. ഇനിയിപ്പോ അതവിടെ നിൽക്കട്ടെ. ഊർധ്വമൂലമധശാഖം അശ്വത്ഥം ഛന്ദാംസി യസ്യ പർണാനി. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഈ കർമ്മകാണ്ഡ പ്രതിപാദകങ്ങളായ വേദഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ സംസാര വൃക്ഷത്തിനെ സംരക്ഷിക്കാനായിട്ടുള്ളതാണ്. ഭഗവാൻ തന്നെ, ഈശ്വരൻ തന്നെ, പ്രജാപതി തന്നെ കൽപ്പിച്ച് അനുഗ്രഹിച്ച് തന്നിരിക്കുകയാണെന്നാണ്. ഈ വേദത്തിനെ വെച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കാം. പക്ഷെ ഇതൊന്നും സംസാര മുക്തിക്ക് കാരണമല്ല. വേദാന്ത ശാസ്ത്രം, ഉപനിഷത് ശാസ്ത്രം ഒഴിച്ച് കർമ്മകാണ്ഡ വേദഭാഗങ്ങളും ഈ സംസാരത്തിനെ പോഷിപ്പിക്കുന്നത് കൊണ്ട് സംസാര വൃക്ഷത്തിന്റെ ഇലകളായിട്ട് കൽപ്പിച്ചിരിക്കണം. ഇനി വേദഭാഗങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ദൈവങ്ങളും ഈ സംസാര വൃക്ഷത്തിനെ പോഷിപ്പിക്കുന്ന ഇലകൾ മാത്രമാണ്. ഇതെന്താ ഈ സത്സംഗത്തിന് വൈകുന്നേരം വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ പറയണതെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ ദൈവങ്ങളൊക്കെ തന്നെ ഈ സംസാര വൃക്ഷത്തിന്, വേദത്തിനെ പറയുന്നു എന്ന് വെച്ചാൽ നിന്ദയല്ലാതെ, സംസാരത്തിൽ നമുക്ക് വിഷമമുണ്ടല്ലോ, ദുഃഖമുണ്ടല്ലോ അല്ലെ? അപ്പൊ ദുഃഖം വരുമ്പോ വേദം പറയണു ഇന്ന കർമ്മം ചെയ്യൂ, ഇന്നെ ദുഃഖത്തിന് നിവൃത്തി ഉണ്ടാവും. നിങ്ങൾ കുഞ്ഞുണ്ടായില്ലേ, ഇന്ന വിധത്തില് യാഗം ചെയ്യൂ. നിങ്ങൾക്ക് സംസ്കാരാർത്ഥമായ ചില കർമ്മങ്ങൾ, സംസ്കാരം ഉണ്ടാവട്ടെ, ചിത്തശുദ്ധി ഉണ്ടാവട്ടെ. നിങ്ങളെ മോക്ഷവാതിൽക്കൽ കൊണ്ട് എത്തിക്കാൻ കർമ്മകാണ്ഡത്തിന് കഴിയും. ഡയറക്റ്റായിട്ട് അത് ജ്ഞാനത്തിനെ ഉപദേശിക്കണില്ലെങ്കിലും നിങ്ങൾക്ക് ചിത്തശുദ്ധി ഉണ്ടാവാനും പ്രാകൃതമായി ജീവിക്കുന്നതിന് പകരം നിങ്ങളെ ശുദ്ധമാക്കാനും നിങ്ങൾക്ക് ലോകത്തിലുണ്ടാകുന്ന വിഷമങ്ങൾക്കൊക്കെ തന്നെ ഓരോ തരത്തിലുള്ള ഒരു ഉപശാന്തി ഉണ്ടാക്കാനും ഉള്ള പല ഉപായങ്ങൾ വേദത്തിൽ, കർമ്മകാണ്ഡ വേദഭാഗത്തിൽ പറഞ്ഞു വെച്ചു. അതേപോലെ തന്നെ നമുക്ക് ഭഗവാൻ അമ്പലത്തിലും നമ്മൾ ആരാധിക്കുന്ന ഉപാസനാമൂർത്തി ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണു? നമുക്ക് കുട്ടിക്ക് കല്യാണമായില്ല, സ്വയംവരാർച്ചന. കുഞ്ഞുണ്ടായില്ല, അതിനൊരർച്ചന. പഠിപ്പുണ്ടാവാനായിട്ട് അതിനൊരു മേധാസൂക്തം, ഭാഗ്യസൂക്തം, സാരസ്വതഘൃതം, എന്തൊക്കെയോ ചെയ്യണില്ലേ? ഇതൊക്കെ തന്നെ നോക്കൂ, നമ്മളുടെ ദൈവങ്ങളും ഒന്നും അതീതമായ ഉപനിഷത് പ്രതിപാദ്യമായ ആത്മാവോ ബ്രഹ്മമോ അല്ല. ഈ സംസാരത്തിന്റെ ഉള്ളിലെ ഓരോ പോസ്റ്റ്മാനും ഇലക്ട്രീഷ്യനും ഒക്കെ പോലെ ലോകത്തിന്റെ ഉള്ളിൽ ഈ വൃക്ഷത്തിനെ കേടുപാട് കൂടാതെ സംരക്ഷിക്കാനുള്ള ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആയിട്ട് മാത്രമാണ് നമുക്ക് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആത്മജ്ഞാനി ദേവതകളെയും കടന്നു പോണു. ആത്മജ്ഞാനിക്ക് ബാഹ്യമായ ഒരു ദൈവത്തിന്റെ ആവശ്യം പോലും ഇല്ല. കാരണം ദൈവം ആത്മാവിൽ നിന്ന് അന്യമല്ല അവന്. ബ്രഹ്മതം പരാദാദ്യോ ആത്മനോ അന്യത്ര ബ്രഹ്മവേദ, ക്ഷത്രം തം പരാദാദ്യോ ആത്മനോ അന്യത്ര ക്ഷത്രം വേദ. വേദം തന്നെ പറയണു, ആത്മാവിൽ നിന്ന് അന്യമായി ഇവൻ ബ്രാഹ്മത്തിനെയോ ക്ഷാത്രത്തിനെയോ ദൈവത്തിനെയോ എന്തിനെ ആത്മാവിൽ നിന്ന് അന്യമായി കാണുന്നു അതൊക്കെ എന്തെങ്കിലും ഒരു ദിവസം ഇവന് വിട്ടുപോകും. നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളും ഒക്കെ തന്നെ നമ്മൾ സുഷുപ്തി അവസ്ഥയിൽ പോയാൽ വിട്ടുപോകും. മാത്രമല്ല, നമ്മൾ എന്തൊക്കെ തന്നെ ആരാധിച്ചാലും പൂജിച്ചാലും ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് ഗുരുവായൂരപ്പനെ ഒന്ന് കണ്ടിട്ട് വരണു,
കുറച്ചുനേരം പൂജിക്കണമെന്നല്ലാതെ ആ ദൈവം നിത്യനിരന്തരമായി നമ്മുടെ അനുഭവത്തിലുമില്ല. ആ ദൈവത്തിനെ ഒട്ടും നമ്മൾ ആശ്രയിക്കണമില്ല. ഭക്തി എന്നൊക്കെ പറഞ്ഞ് എപ്പോഴെങ്കിലുമൊക്കെ ഇത്തിരി കണ്ണീര് വിടണ്ടെന്നല്ലാതെ നിത്യാശ്രയത്വമൊന്നും നമുക്കതിലില്ലല്ലോ. അപ്പൊ ആ ദൈവം എന്ന് പറയണതും മനസ്സിനെ ആലംബമാക്കിക്കൊണ്ടിരിക്കുന്ന ദൈവം മാത്രമാണ്. ആ ദൈവത്തിനെ പിടിച്ചിരുത്തിയാലും നിങ്ങൾ മനസ്സിലേ പിടിച്ചിരുത്തുള്ളൂ. ആ മനസ്സ് തന്നെ നിത്യമല്ല, ഉറങ്ങിക്കഴിയുമ്പോ പോയി അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അവസാനമാവുമ്പോ പറയണത് മനസ്സില്ലാത്ത അവസ്ഥയിലും ഉള്ളത്, ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും മാറാതെ ഇരിക്കുന്ന ഏതൊരു അബാധ്യമായ ചൈതന്യമുണ്ടോ അതിനെ ആത്മാ എന്ന് പറയണു. നമ്മളുടെ സ്വരൂപം അതിനെ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ ദൈവം നമ്മളെ വിട്ടുപോവുകയില്ല. അപ്പോഴാണ് നമ്മൾ വാസ്തവത്തിൽ ദൈവത്തിനെ കണ്ടത്, ഭഗവാനെ കണ്ടത്. ആത്മസാക്ഷാത്കാരം ഉണ്ടായി, ഈശ്വര സാക്ഷാത്കാരം ഉണ്ടായി. ആ ഈശ്വരൻ നമുക്ക് നിത്യമാണ്. ആ ഭഗവതാശ്രയത്വം നമുക്ക് നിത്യമാണ്. അത് മനസ്സുകൊണ്ടുള്ള ഒരു ആശ്രയമല്ല, ഭഗവാനെ കൊണ്ട് തന്നെ ആശ്രയിക്കുകയാണ്. ആത്മാവിനെ കൊണ്ട് തന്നെ ആശ്രയിക്കുകയാണ്. അപ്പോ ഛന്ദാംസി യസ്യ പർണാനി, നമ്മൾക്ക് ഇവിടെയുള്ള സയൻസ് ഒക്കെ തന്നെ ഈ സംസാര വൃക്ഷത്തിനെ പോഷിപ്പിക്കാനാണ്. ഒരു തലവേദന വന്നാൽ മരുന്ന് കഴിക്കണം. കൂടുതൽ കൂടുതൽ നമ്മൾ സൗകര്യങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ ഇപ്പൊ ലോകത്തിലെ, അല്ലേ? എല്ലാ സൗകര്യങ്ങളും കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ആയുസിനെ എത്ര കണ്ട് നിലനിർത്താൻ പറ്റും നോക്കുകയാണ്. സദാശിവബ്രഹ്മേന്ദ്ര സ്വാമികൾ ഒരിടത്ത് പറയണു, ഈ ജലഗണത്തിനെ ചങ്ങലയിട്ട് കെട്ടാൻ നോക്കണ പോലെ എന്നാണ്. ബുദ്ബുദത്തിനെ ചങ്ങലയിട്ട് കെട്ടി നിർത്താൻ നോക്കണ പോലെ ഇതൊന്നും പിടിച്ചിട്ടൊന്നും നിൽക്കില്ല. എങ്കിലും ഓക്സിജൻ കൊടുത്തിട്ടും ഇത് കൊടുത്തിട്ടും അത് കൊടുത്തിട്ടും നേരത്തിന് മരുന്ന് കഴിച്ചിട്ടും റെഗുലർ ചെക്കപ്പ് നടത്തിയിട്ടും അങ്ങനെയൊക്കെ നമ്മള് ഈ ജലഗണത്തിനെ ചങ്ങലയിട്ട് കെട്ടി നിർത്താൻ ശ്രമിക്കണ പോലെ ആയുസിനെ നിർത്താനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശാസ്ത്രങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞ് ഛന്ദാംസി എന്ന് പറഞ്ഞത്. നിങ്ങൾ എന്തൊക്കെ ശാസ്ത്രങ്ങൾ കണ്ടുപിടിക്കണോ ആ ശാസ്ത്രങ്ങളൊന്നും നിങ്ങൾക്ക് ആത്മജ്ഞാനത്തിനുള്ള ശാസ്ത്രങ്ങളല്ല, മറിച്ച് ഈ ലൗകിക ജീവിതത്തില് ഒരു വിധത്തിലൊരു സമാധാനമോ ഒരു ശാന്തിയോ ഒക്കെ ഉണ്ടാവാനായിട്ട് ഒരു മീഡിയോക്കർ നോളജാണ്. അത് വേണം, വേണ്ടെന്നല്ല, അതൊക്കെ വേണം. പക്ഷെ അതൊന്നും പാരമാർത്ഥികമായിട്ട് ഉപയോഗപ്പെടുന്നില്ല. അതൊക്കെ നമുക്ക് ലോകത്തിൽ ആവശ്യമാണ്. അതിനെയൊക്കെ അപരാവിദ്യ എന്ന് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ കൂടെ സമഗ്രമായി നോക്കി ഈ സംസാരവൃക്ഷമെന്നുള്ള ഈ ദുഃഖാനുഭവങ്ങളെ തരുന്ന ഈ വൃക്ഷമുണ്ടല്ലോ, ഇതിൽ ജീവൻ കുടിയേറി പാർക്കണം. ഈ ജീവൻ സുഖം ദുഃഖം എന്നുള്ള ഫലത്തിനെ അനുഭവിച്ചും കൊണ്ടിരിക്കണം. ഈ വൃക്ഷത്തിൽ 2 കിളികൾ ഇരിക്കേണ്ടതെന്നാണ് വേദം പറയണത്. ദ്വാ സുപർണാ സയുജാ സഖായാം സമാനം വൃക്ഷം പരിഷസ്വജാതേ തയോരന്യഃ പിപ്പലം സ്വാദ്വത്തി അനശ്നന്യോ അഭിജാകശീതി സമാനേ വൃക്ഷേ പുരുഷോ നിമഗ്നോ അനീശയാ ശോചതി മുഹ്യമാനഃ ജുഷ്ടം യഥാ പശ്യത്യന്യമീശം തസ്യ മഹിമാനമിതി വീതശോകഃ. ദ്വാസുപർണ, ഈ വൃക്ഷത്തിന്റെ ഉള്ളിൽ, ശരീരമാകുന്ന വൃക്ഷത്തിൽ തന്നെ 2 പക്ഷികൾ ഇരിക്കുന്നുണ്ട്. അതിലൊരു പക്ഷി മധുരമുള്ള പഴവും പുളിക്കുന്ന പഴവും മാറി മാറി കടിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മളുടെ ഈഗോ, നമ്മളുടെ പേഴ്സണാലിറ്റി, അല്ലേ? സത്സംഗത്തില് ഇരിക്കുമ്പോ നല്ല ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കേട്ടാൽ നല്ല സുഖം. 8:30 മണിക്ക് കറണ്ട് പോയി കഴിയുമ്പോൾ ദുഃഖം, അല്ലേ? വിശക്കുമ്പോ ദുഃഖം. ഇത് മാറി മാറി ഈ പക്ഷി അനുഭവിച്ചുകൊണ്ടിരിക്കും. ഈ അനുഭവിക്കുന്നതും ഒക്കെ തന്നെ ഈ അഹങ്കാരാണല്ലോ. ഒരു ആള് ചോദിച്ചു, എന്താ ഈ വേദാന്ത ശ്രവണം എത്ര ചെയ്തിട്ടും അങ്ങയുടെ അനുഭവത്തിൽ വരാത്തതെന്ന് ചോദിച്ചു. അതിനെന്താ ഉത്തരം എന്ന് വെച്ചാൽ, അനുഭവത്തിൽ വരാതിരിക്കാൻ കാരണം നീ കേൾക്കുന്നത് കൊണ്ടാണ്. വേദാന്തം നീ കേൾക്കാൻ പാടില്ല, വേദാന്തം ആത്മാ തന്നെ കേൾക്കണം. ഈഗോ കേൾക്കാൻ പാടില്ല. ഈഗോ കേട്ട അനുഭവം ഉണ്ടാവില്ല.
അതൊരു ഫിലിം മാതിരിയാണ് നടുവില്. അത് അഹങ്കാരം ഉണ്ടല്ലോ, അതൊരു ഫിലിം മാതിരിയാണ് നടുവിൽ. അതാണ് ഭാഗവതത്തിൽ നമ്മൾ പറയും, ഭഗവാൻ പറയണു, ഭഗവാൻ കേൾക്കണു. ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ ബ്രഹ്മാവിന്റെ ഹൃദയത്തിലിരുന്ന് കേട്ടു, ബ്രഹ്മാവിന്റെ ഹൃദയത്തിലിരുന്ന് ഭഗവാൻ പറഞ്ഞു, നാരദന്റെ ഹൃദയത്തിലിരുന്ന് കേട്ടു, നാരദന്റെ ഹൃദയത്തിലിരുന്ന് ഭഗവാൻ പറഞ്ഞു, വ്യാസന്റെ ഹൃദയത്തിലിരുന്ന് കേട്ടു, വ്യാസന്റെ ഹൃദയത്തിലിരുന്ന് ഭഗവാൻ പറഞ്ഞു, ശ്രീശുകന്റെ ഹൃദയത്തിലിരുന്ന് കേട്ടു, ശ്രീശുകന്റെ ഹൃദയത്തിലിരുന്ന് ഭഗവാൻ പറഞ്ഞു, പരീക്ഷിത്തിന്റെ ഹൃദയത്തിലിരുന്ന് കേട്ടു. നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുമ്പോ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ ഹൃദയഗർഭത്തിലിരുന്ന് ഭഗവാൻ കേൾക്കുന്നത് നമ്മൾ കേൾക്കും. അപ്പൊ നമ്മൾ കേൾക്കുന്നത് നിർത്തും. അതിനാണ് ആവർത്തിച്ച് കേൾക്കണം എന്ന് പറയുന്നത്. ആവർത്തിച്ച് കേട്ട് കഴിയുമ്പോ നമ്മൾക്ക് അറിയാം, വാസ്തവത്തിലുള്ള ശ്രോതാവ് നമ്മളല്ല, ശ്രോത്രസ്യ ശ്രോത്രം. ഹൃദയസ്ഥാനത്തിലിരുന്ന് അന്തര്യാമി തന്നെ തന്റെ മഹിമയെ കേൾക്കുകയാണ്. ആ അന്തര്യാമി തന്നെ തന്റെ മഹിമയെ കേൾക്കണമെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ സാക്ഷാത്കാരം ഉണ്ടാവും. കേൾക്കുമ്പോ തന്നെ ഉള്ളില് തീ പിടിക്കും. കേൾക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ഫോടനം ഉണ്ടാവും, ഉള്ളില് അനുഭവം ഉണ്ടാവും. അതുകൊണ്ട് അതുവരയ്ക്കും കേൾക്കണം. അപ്പോ ഈ സംസാരം എന്ന് പറയുന്ന വൃക്ഷം, സമഗ്രമായി നമ്മളുടെ മുമ്പിൽ കാണുന്ന വൃക്ഷം ഉണ്ടല്ലോ, ആ വൃക്ഷത്തിന്റെ വേര് അഹങ്കാരാണ്. അഹങ്കാരം എഴുന്നേക്കുമ്പോ ഈ വൃക്ഷം സമഗ്രമായി എഴുന്നേക്കുന്നത് ദിവസം നമ്മൾ കാണുന്നുണ്ട് അല്ലേ? സുഷുപ്തിയിൽ ഉറങ്ങുമ്പോ ഒന്നുമില്ല. വളരെ ഇഷ്ടപ്പെട്ട ആള് മരിക്കുകയോ അല്ല ദുഃഖം ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു കരഞ്ഞു നിലവിളിച്ചു. ഈ ദുഃഖം എതുവരെയൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ ഉറങ്ങണ വരെ. ഉറങ്ങാന്ന് വെച്ചാൽ അഭിമാനം ലയിക്കുക. അഭിമാനം ലയിച്ചപ്പോ ഒക്കെ പോയി. വീണ്ടും അഭിമാനം അടുത്ത ദിവസം ഞാൻ എന്ന് പറഞ്ഞ് ഉണർന്നു. അപ്പൊ അങ്ങനെ അങ്ങോട്ട് വിരിഞ്ഞു. അപ്പൊ ഉണ്ട് തലേ ദിവസം വിട്ടത് മുഴുവൻ അവിടെ ഉണ്ട്. വീണ്ടും നിലവിളിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. വിഷമമൊക്കെ വന്നു, അല്ലെങ്കിൽ സുഖം, തലേ ദിവസം വിട്ട സുഖം അടുത്ത ദിവസം എഴുന്നേക്കുമ്പോ ഒക്കെ വന്നു. അപ്പൊ അഭിമാനം എന്ന് പറയണതാണ് ആദ്യം ഉദിക്കണത് അല്ലേ? ഈ അഹങ്കാരം എന്ന് പറയണതാണല്ലോ. നിങ്ങളുടെ അനുഭവം നോക്കുക. ഉറങ്ങി എഴുന്നേക്കുമ്പോ രാവിലെ എന്ത് സംഭവിക്കണു? എഴുന്നേക്കണമെന്ന് പറയണു. എഴുന്നേക്കുക എന്ന് വെച്ചാൽ ഞാൻ എന്ന് തോന്നി. പിന്നെ മനസ്സ് വിരിഞ്ഞു. ഈ ഞാൻ എന്നുള്ളത് എവിടുന്ന് ഉദിച്ചു? അവ്യക്തത്തിൽ നിന്ന് ഉദിച്ചു. അവ്യക്താദ് വ്യക്തയ സർവാഹം പ്രഭവന്ത്യഹരാഗമേ എന്ന് ഭഗവാൻ പറഞ്ഞു. അവ്യക്തത്തിൽ നിന്നും അഭിമാനം ഉദിച്ചു. ആ അവ്യക്തമാണ് ഈ സംസാര വൃക്ഷത്തിന്റെ മൂലം. അവ്യക്തമൂല പ്രഭവഹാം തസ്സൈവാനുഗ്രഹോത്ഥിതഃ ബുദ്ധിസ്കന്ധമയശ്ചൈവ ഇന്ദ്രിയാന്തരകോട്ടരഃ മഹാഭൂതവിശാഖശ്ച വിഷയൈഃ പത്രവാൻസ്തഥാ ധർമാധർമ്മസുപുഷ്പശ്ച സുഖദുഃഖഫലോദയഃ ആജീവ്യ സർവഭൂതാനാം ബ്രഹ്മവൃക്ഷഃ സനാതനഃ ഏതത് ബ്രഹ്മവനം ചൈവ ബ്രഹ്മാചരതി നിത്യശഃ ഏതച്ഛിത്വാ ച ഭിത്വാ ച ജ്ഞാനേന പരമാസിനാ തതശ്ച ആത്മരതിം പ്രാപ്യ തസ്മാന്നാവർത്തതേ പുനഃ. ഈ വൃക്ഷം ഉപനിഷത്ത് പറയണു, വേദം പറയണു, മഹാഭാരതത്തിൽ പല സ്ഥലങ്ങളിലും പറയണു. ഇതിപ്പോ ഭാരതത്തിലോ വിഷ്ണുപുരാണത്തിലോ ഒക്കെ എടുത്ത്, വിഷ്ണുപുരാണത്തിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ചിരിക്കുകയാണ്. ഈ സംസാരമാകുന്ന വൃക്ഷത്തിനെ വർണ്ണിച്ചു. നമ്മളുടെ കുടുംബജീവിതം ഒക്കെ തന്നെ ഇത്. എളുപ്പത്തിലൊന്നും ഈ മരം വെട്ടാൻ പറ്റില്ല. പുറത്തുള്ള മരമൊക്കെ എളുപ്പത്തിൽ വെട്ടാം, ഈ മരം അത്ര എളുപ്പത്തിൽ വെട്ടാൻ പറ്റില്ല. തായ്മാനവസ്വാമികൾ പറഞ്ഞു, കുടുങ്ങിയല്ലോ നീ. എങ്ങനെയാ കുടുങ്ങിയെന്ന് വെച്ചാൽ, ഒരു മരം വെട്ടി ഒരാള് പകുതി വെട്ടിക്കഴിയുമ്പോൾ ചിലപ്പോ മഴു മൂർച്ചയില്ലെങ്കിലേ മൂർച്ചയാക്കാൻ വേണ്ടിയിട്ട് ആപ്പടിച്ചു വെക്കും. ഇപ്പോഴൊക്കെ മെഷീൻ കൊണ്ട് വെട്ടുമ്പോൾ അറിയില്ല. വെട്ടി വെട്ടി വെട്ടിക്കഴിഞ്ഞ് പകുതി വിരിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒരു മരക്കുറ്റിയെ കയറ്റിയിട്ട് ആപ്പടച്ച് വെച്ചിട്ട് ചിലപ്പോൾ ഊണ് കഴിക്കാൻ പോവും. അപ്പൊ ഈ വിറക് വെട്ടണവും പോയി അത്ര. അപ്പൊ ഒരു കുരങ്ങ് നോക്കിക്കൊണ്ടിരുന്നു അത്ര. കുരങ്ങ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ആപ്പടിച്ച സ്ഥലത്ത് കൊണ്ടുപോയി കാലിട്ടിട്ട് ഈ ആപ്പങ്ങോട്ട് ഊരിയെടുത്തു അത്രേ.
ഇതിനെ ഉദാഹരണമാക്കിക്കൊണ്ട് പറയാണ്, பிளர்ந்த மரத்துளையில் காலதனை நுழைத்து ஆப்பதனை அசைத்து விட்ட குரங்கதனை போல அகப்பட்டீரே, കിടന്ന് ഉഴല അഹപ്പട്ടീര്. അപ്പൊ ഈ ആപ്പ് ഇളക്കിക്കളഞ്ഞ കുരങ്ങനെ പോലെ കുടുങ്ങിയല്ലോ ഈ വൃക്ഷത്തിലെന്നാണ്. അപ്പൊ ഇത് എളുപ്പത്തിലൊന്നും വെട്ടാവുന്ന ഒരു വൃക്ഷമല്ല. അധശ്ച ഊർധ്വം പ്രസിതാഹ, ഇതിന്റെ വേര് എവിടെയൊക്കെയാ പടർന്നിരിക്കണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ തന്നെ കുടുങ്ങിക്കളയും. നമ്മൾ വെള്ളത്തിൽ വീഴുമ്പോൾ മുങ്ങിപ്പോണു അല്ലേ? ശവം എടുത്തിട്ടാ പൊങ്ങിക്കിടക്കണു. അതാണ് ആശ്ചര്യം. നോക്കൂ, ഒരേ ആള് അയാൾക്ക് ജീവനുള്ളപ്പോ വെള്ളത്തിലിട്ടാ മുങ്ങിപ്പോണു, അയാളുടെ ശവം എടുത്ത് വെള്ളത്തിലിട്ടാ പൊങ്ങിക്കിടക്കണു. ഇതിപ്പോ ഈ ശവത്തിന് എന്ത് സീക്രട്ട് അറിഞ്ഞിട്ടാണ് പൊങ്ങിക്കിടക്കണത്? അത് ജീവനുള്ളപ്പോ എന്തുകൊണ്ട് മുങ്ങിപ്പോണു? ഇതൊരു ചോദ്യമാണ്. ജീവനുള്ളപ്പോ മുങ്ങിപ്പോണു, ശവം പൊങ്ങിക്കിടക്കണു. ഈ ജീവനുള്ള ആള് മുങ്ങിപ്പോവാൻ കാരണം എന്താന്ന് വെച്ചാൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കൊണ്ടാണെന്നാണ്. ശത്താറൈ പോലെ തിരി എന്ന് പറഞ്ഞു. പട്ടണത്താർ ഒരു പാട്ടിൽ പറഞ്ഞു, ശത്താറൈ പോലെ തിരി എന്നുവെച്ചാൽ ഒന്നില സംഘമില്ലാതെ യാതൊന്നിലും പറ്റിക്കൂടാതെ ഒരു യന്ത്രം എങ്ങനെ ഇരിക്കണോ അതുപോലെ ലോകത്തിൽ ഒരു റിയാക്ഷനും ഇല്ലാതെ ഇരിക്കും. എന്നാൽ നീ ബന്ധത്തിൽ കുടുങ്ങില്ല. അപ്പൊ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ തന്നെ പിടിയിൽപ്പെടും. അധശ്ച ഊർധ്വം പ്രസിതാഹ, ഈ ലോകത്തിനെ ഉപേക്ഷിക്കാനോ ഇല്ലാതാക്കാനോ ഒന്നും ആർക്ക് സാധ്യമല്ല. പ്രാക്ടിക്കലായിട്ട് വേദാന്തം ഒരു കാര്യമേ പറയണുള്ളൂ, ഞാൻ ആരാണ് എന്ന് വിചാരം ചെയ്ത് ഞാൻ എന്ന് പറയണ അനുഭവത്തിന്റെ സ്വരൂപത്തിനെ അറിഞ്ഞ് ആത്മാനുഭവം നേടി ആത്മധ്യാനം സമ്പാദിക്കുക. അതാണ് ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ ആത്മധ്യാനാണ്. വിച്ഛിത്തിയില്ലാത്ത ആത്മധ്യാനത്തിന് പേരാണ് ഭക്തി. ആ ഭക്തി ഉള്ളിൽ ഉണ്ടാവുമ്പോ ഈ സംസാരത്തിന്റെ ബഹളമൊന്നും നമ്മളെ ബാധിക്കില്ല. ഭഗവത് അനുഭവ രസത്തിൽ രമിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന് ലോകത്തിലുള്ള വിഷമങ്ങളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയാതെ ഉന്മത്തനെ പോലെ ഇരുന്നുകൊണ്ടിരിക്കും. ഭാഗവതത്തിൽ പലയിടത്തും പറയുന്ന കാര്യം അത്. ഉന്മത്തനെ പോലെ ഇരിക്കുക എന്നാണ്. ലോകത്തിൽ ഇരിക്കണു, ഒന്നും ബാധിക്കണില്ല, ഉന്മത്തവത്. അപ്പോ പ്രാരബ്ധത്തിന്റെ കൂട്ടക്കൂടെ നടന്നുകൊണ്ടിരിക്കും. അപ്പോഴും ആത്മാനുഭൂതിയുടെ രസത്തിൽ തന്നെ, ആത്മധ്യാന രസത്തിൽ തന്നെ രമിച്ചുകൊണ്ട് രക്ഷപ്പെടാനേ പറ്റുള്ളൂ എന്നല്ലാതെ പുറമേക്ക് ഇതിനെ മനസ്സിലാക്കി ഇതിനെ തരണം ചെയ്യാൻ പറ്റില്ല. കാരണം മനസ്സിലാക്കാൻ പോയാൽ ഇതിന് ആദ്യം അന്തൊന്നുമില്ല. ലോകജീവിതത്തിൽ നിങ്ങൾ പലതും അന്വേഷിക്കാൻ പോയാൽ ഒരു എത്തും പിടിയും കിട്ടില്ല. നല്ലൊരു കഥ പറയും. ഒരു സ്ത്രീ, അവർക്ക് കുട്ടികളുണ്ടാവില്ല. ആ സ്ത്രീ പ്രസവിച്ചിട്ട് ഒരു പുത്രനുണ്ടായി. അന്ധ്യാപുത്രൻ എന്ന് പറഞ്ഞ കഥ അങ്ങനെയാ പറയാ. ആ കുട്ടി രാജകുമാരൻ. രാജ്ഞി കുട്ടികളുണ്ടാവില്ല എന്ന് വൈദ്യൻ നിരൂപണം ചെയ്ത ശേഷം ഒരു കുട്ടി ഉണ്ടായി. വന്ധ്യയ്ക്ക് ഒരു പുത്രനുണ്ടായി. എന്നിട്ട് ആ കുട്ടി നല്ല സുമുഖൻ എന്ന് പേര് വെച്ചു, സുന്ദരനായിട്ട് വളർന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു വരും. ആചാര്യസ്വാമി പലയിടത്തും പറയണ കഥയത്. ആ പുത്രൻ വളർന്ന് സുന്ദരനായി ഗംഭീരമായി രാജ്യഭരണം ചെയ്തു. അവസാനം ഒരു ദിവസം അകാല ചരമം പ്രാപിച്ചു. എല്ലാവരും കരഞ്ഞ് വിഷമിച്ചു. രാജ്യത്തിലുള്ളവരൊക്കെ വേദനിച്ചു, വിഷമിച്ചു. ഇങ്ങനെ കഥ പോവാ. കഥ പറയുമ്പോ നല്ല രസ. എന്താന്ന് വെച്ചാൽ ആദ്യത്തെ കാര്യം മറന്നു, വന്ധ്യാപുത്രനാണെന്നുള്ള കാര്യം. ഇയാള് തീർത്ഥയാത്ര പോണതും യുദ്ധത്തിന് പോണതൊക്കെ വർണ്ണിക്കും. ആകാശകുസുമം തലയിൽ ചൂടി മൊയൽക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ വാള് കയ്യിലെടുത്തുകൊണ്ട് മരുഭൂമിയിലുള്ള ജലത്തിൽ കുളിച്ച് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോവും കഥ. ആ കഥ കേൾക്കണ പോലെയാണ് ഈ അഹങ്കാരം, ജീവാഹന്ത ഉണ്ടല്ലോ, അത് ഞാൻ ഇവനാണ്, അവനാണ്, അതാണ്, ഇതാണെന്ന് പറഞ്ഞ് അതിനു മുമ്പിൽ ഒരു സംസാരം എന്ന് പറയണ ഒന്ന് പടർന്ന് പന്തലിച്ച് കണ്ട് ആ പ്രഹേളികയ്ക്ക് അർത്ഥം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്.
ഈ ജീവാഹന്തയായ ഞാൻ, ഈ ലോകത്തിലുള്ള സകല ദുഃഖങ്ങളും അനുഭവിക്കണ ഈ ഞാൻ, സുഖവും ദുഃഖവും അനുഭവിക്കണ ഈ ഞാൻ ആരാണ്, ഞാൻ എന്ന് പറയണതിന്റെ സ്വരൂപം എന്താണെന്ന് ആരാഞ്ഞു നോക്കുമ്പോ ഈ ഞാൻ എന്ന് പറയണത് തന്നെ അവിടെ കാണാനില്ല. അവിടെ നിത്യ അദ്വയമായ ചൈതന്യം മാത്രം പ്രകാശിക്കും, ആത്മാനുഭവം ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം ആത്മാവിലെ സൃഷ്ടി സ്ഥിതി സംഹാരാദികളൊന്നുമില്ല. അങ്ങനെ പരിഹരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പരിഹരിച്ചാൽ നമ്മളുടെ അനുഭവത്തിൽ പരിഹരിക്കപ്പെടും, മറ്റുള്ളവർക്കൊന്നും അറിയില്ല. നമ്മളുടെ അനുഭവത്തില് ആത്മാനുഭവം ഉണ്ടാവും, ഹൃദയത്തിൽ ആത്മധ്യാനം ഉണ്ടാവും. നമ്മൾക്കറിയാം ഞാനേ ജനിച്ചിട്ടോ മരിച്ചിട്ടോ ഒന്നുമില്ല, അദ്വയമായ പൂർണ്ണമായ ബോധമാണ് ഞാൻ എന്നുള്ള അനുഭവരസം, ധ്യാനരസം ഹൃദയത്തില് ഉണ്ടാവും. പക്ഷെ പുറമേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടും സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ചും കൊണ്ടും ഒക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അകമയ്ക്ക് ഈ ധ്യാനബലം ഏർപ്പെടും തോറും പുറമേക്കുള്ള കർമ്മങ്ങൾ കുറച്ചു കുറച്ചായി ശിഥിലമായി, പ്രാരബ്ധമൊക്കെ ഒടുങ്ങി, ആഗാമി സഞ്ചിതമൊക്കെ ഇല്ലാതായി, പ്രാരബ്ധവും അങ്ങടെ ഭുജിച്ചു തീർന്നാൽ ഇവിടെ ഇരിക്കുമ്പോ തന്നെ പ്രശാന്തി കൂടി 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 വരും. ഈ ഞാനുണ്ടായ ആൾക്ക് ആഗാമി സഞ്ചിതം എന്ന രണ്ട് കർമ്മവും തീർന്നുപോയി. അതായത് ഇനി ഫ്യൂച്ചറിൽ കർമ്മമൊന്നും ഉണ്ടാവില്ല, പുതിയതായിട്ട് അയാൾ ഒന്നും ചെയ്യില്ല, വാസനകൾ ഉണ്ടാവില്ല, അയാൾ ചെയ്യുന്ന കർമ്മമൊക്കെ തന്നെ അവിടെ അവിടെ തീർന്നു പോകും. പക്ഷെ നമുക്ക് സംസാരത്തിൽ അങ്ങനെയല്ല. ഗുണപ്രവൃദ്ധ വിഷയപ്രവാളാഹ. ജ്ഞാനമില്ലാത്തിടത്തോളം നമ്മൾ എന്ത് ചെയ്താലും അതൊക്കെ വാസനയായിട്ട് ഉള്ളിൽ കയറിയിരിക്കും. നല്ലത് ചെയ്യൂ, നിങ്ങൾ കുറേ പ്രാവശ്യം നല്ലത് ചെയ്താൽ ഉള്ളിൽ വാസ്തവമായിട്ട് തോന്നും എനിക്കൊരു പത്മശ്രീ തരേണ്ടതല്ലേ എന്ന് പറയൂ. എത്ര കാലമായി ഞാൻ ആരും നമ്മളെ ഒന്നും തിരിഞ്ഞേ നോക്കണില്ല. ഒന്നുമില്ലെങ്കിലും ഒരു പത്മശ്രീ, ഒരു പത്മഭൂഷൺ, എന്തെങ്കിലുമൊക്കെ ഒന്ന് തരേണ്ടതല്ലേ എന്നൊക്കെ തോന്നിപ്പോവും. നല്ലത് ചെയ്യുന്ന ആളുകളാണേ. ഒരു നോബൽ സമ്മാനം അല്ലേ, വലിയ വലിയ ആളുകൾക്ക് ആ നോബൽ സമ്മാനം കിട്ടിയാൽ അതൊരു സന്തോഷമാണ്. ഈ നോബൽ എന്ന് പറയുന്ന ആള് ലോകത്തിൽ വലിയ ഒരു അക്രമം ചെയ്തിട്ട് അതിന്റെ പശ്ചാത്താപം കൊണ്ട് നമ്മൾ പറയണത് ഈ ഉഗ്രപ്രതിഗ്രഹം എന്ന് വൈദികത്തിൽ പറയും. അതായത് മഹാപാപം ചെയ്ത ആള് ആ പാപം തീരാനായിട്ട് പ്രതിഗ്രഹം കൊടുക്കും. ഒരു ബ്രാഹ്മണന് വാങ്ങിക്കാൻ പോവില്ല. എന്താന്ന് വെച്ചാൽ ആ പാപം കൈനീട്ടി വാങ്ങിക്കുകയാണ്. അതുപോലെ ഈ നോബൽ സമ്മാനം എന്ന് പറയണത് ഉഗ്രപ്രതിഗ്രഹമാണ്. അയാൾ മഹാപാപം ചെയ്തതിന്റെ ഫലമായിട്ട് കുറെ പണം കിട്ടി. അപ്പൊ അത് ആരുടെയെങ്കിലും തലയിലൊക്കെ കെട്ടിവെക്കുകയാണ്. ഈ നോബൽ സമ്മാനം വാങ്ങിക്കണവരൊക്കെ അത് വാങ്ങിച്ചുകൊണ്ട് പോരുകയാണ്. അപ്പോ ജ്ഞാനത്തിന്റെ ലക്ഷണം തന്നെ ഈ ഭിക്ഷ എടുക്കുന്ന പരിപാടിയൊക്കെ നിർത്തണം. രാമകൃഷ്ണാശ്രമത്തില് കേരളത്തില് പോയ ഒരു മഹാപുരുഷൻ ഉണ്ടായിരുന്നു, രംഗനാഥാന സ്വാമി. എല്ലാവരും അറിയാം. അദ്ദേഹത്തിന് അനേക സമ്മാനങ്ങള് കൊടുത്തതാ. സ്വാമി എല്ലാം നിരസിച്ചു. അദ്ദേഹം പറഞ്ഞു, ഏറ്റവും വലിയ സമ്മാനമാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന സന്യാസം എന്ന് പറയുന്നത്. ഇനി ഇതിന് മേലെ ഞാൻ സന്യാസം വേറെ സമ്മാനമൊന്നും വാങ്ങിക്കില്ല. അപ്പോ ഇങ്ങനെ പോവും. ഗുണപ്രവൃദ്ധ, നമ്മൾ ചെയ്യണ കർമ്മത്തിന്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മളുടെ ഉള്ളിലൊരു വാസന ഫലേച്ഛ ഉണ്ടാവും. നല്ലത് ചെയ്ത അതൊരു രഞ്ജന ഉണ്ടാക്കും ഉള്ളില്. ചീത്ത ചെയ്താലും ഒരു രഞ്ജന ഉണ്ടാക്കും. കുറെ കാലം ചീത്ത ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചീത്ത ചെയ്യാൻ ഒരു മടി ഉണ്ടാവില്ല. അതൊരു വാസനയായിട്ട് തീരും. വിഷയപ്രവാളാഹ, വിഷയങ്ങൾ ഇങ്ങനെ ഈ പല ചെടികളും മുളച്ചു പൊന്തണ പോലെ ഉള്ളിൽ ഇങ്ങനെ പൊന്തിക്കൊണ്ടേയിരിക്കും. അങ്കുരങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പല ആഗ്രഹങ്ങളും പൂത്തോണ്ടേയിരിക്കും. കർമ്മം അവസാനിക്കുകയേയില്ല. ആളുകള് കർമ്മമൊക്കെ അവസാനിപ്പിച്ചൊന്ന് സമാധാനമായിട്ടിരിക്കണം എന്നാ വിചാരിക്കണമെന്ന്. കർമ്മം അവസാനിക്കില്ല. അദശമൂലാനി അനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകെ. ഇവിടുന്ന് മരിച്ചു പോകുമ്പോ ഡീപ്പായിട്ട് വേരുറപ്പിച്ചിട്ടാണ് പോവുക പിന്നെയും ജനിക്കാനായിട്ട്. ഒരു അറുതിയില്ല അതിന്, ഒരു എൻഡില്ലാതെ ഇത് പോകും. അതുകൊണ്ട് ശരി, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയണ്ടല്ലോ, ഇങ്ങനെയൊന്നും നമ്മൾ ഈ ലോകത്തിൽ കാണാനില്ലല്ലോ എന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ ഇൻവോൾവ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഇതിന്റെ രൂപം പിടികിട്ടുകയില്ല എന്നാണ്. നരൂപമസ്യേഹ തഥോപലഭ്യത്തെ
നാന്തോ ന ചാദിഹി നച സംപ്രതിഷ്ഠ. ഭഗവാനോട് പറഞ്ഞു, ഈ സംസാര വൃക്ഷത്തിന്റെ യഥാർത്ഥമായ ഫോം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ ഒരു പിടിയും കിട്ടില്ല. ഒരു പ്രഹേളികയാണ്. പലരും ചോദിക്കും, എന്തിനാ ഇപ്പൊ ഇതിങ്ങനെ? ജനിക്കുക, സ്കൂളിൽ പോവുക, പഠിക്കുക, കല്യാണം കഴിക്കുക, കുട്ടികളുണ്ടാവുക, ആരൊക്കെയോ മരിച്ചു പോവുക. ചിലതൊന്നും ഉത്തരവേ ഇല്ല. നല്ല ആളുകൾ, അവർ ബുദ്ധിമുട്ടിക്കൊണ്ടേയിരിക്കണു. ചെറുപ്പത്തിൽ ഏതോ കുട്ടികളൊക്കെ മരിച്ചു പോകണു, ആക്സിഡന്റ് ഉണ്ടാവണു. അവരെത്ര നാരായണീയം വായിച്ചു, ഭാഗവതം വായിച്ചു, എന്നിട്ട് എന്താ എങ്ങനെ നടന്നത്? ഇതൊക്കെ ഇപ്പൊ ആർക്കും ഉത്തരം പറയാൻ പറ്റും? ന രൂപമസ്യേഹ തഥോപലഭ്യത. നിങ്ങൾ ചോദ്യം ചോദിക്കും, ഒരു ഉത്തരവും കിട്ടില്ല. പല ഇതും നിങ്ങളുടെ ബുദ്ധിക്കൊന്നും വഴങ്ങിത്തരാതെ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അക്രമം ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകൾ 99 വയസ്സായി എന്തൊരു യൗവന അറിയോ? നാട്ടുകാർ മുഴുവൻ പ്രാർത്ഥിക്കുക, ഇതൊന്നും പോയി കിട്ടിയാൽ വേണ്ടില്ല എന്ന്. പോവില്ല. എന്തെങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ അറിയില്ല. ആവോ ചിലര് വളരെ ചെറുപ്പത്തിൽ അങ്ങോട്ട് പോയി, ചിലർ ദീർഘകാലം ജീവിക്കണം. ആർക്കറിയാം? വേദം തന്നെ പറയണത് ആ സർവേശ്വരൻ, സംഹാരമൂർത്തിയായ ഭഗവാൻ സ്വതന്ത്രനാണ്, സ്വേച്ഛയാണ് അവന്. അഗ്രേ വധായ ച ദൂരേ വധായ ച. വേദം തന്നെ പറയണത് അഗ്രേ വധനും അവൻ തന്നെ, ദൂരേ വധനും അവൻ തന്നെ. അടുത്ത് വെച്ച് വധിക്കും. എന്നുവെച്ചാൽ ചെറുപ്പത്തിൽ ചിലപ്പോൾ ഒരാളെ കൊണ്ടുപോയി കുറേ കാലം ഇരുത്തും. ഈശ്വര ഇച്ഛ ആർക്കറിയാം? ഇവിടെ ഒന്നും വർണ്ണിക്കാൻ പറ്റില്ല. ഈ സംസാരത്തിന്റെ രൂപം ഇതമിത്തം ഇതി നിരൂപയിതും ന ശക്യം, നിരൂപണം കർത്തും ന ശക്യം. ഇതിന്റെ രൂപം ഇന്ന വിധമാണെന്ന് നിരൂപണം ചെയ്ത ആരെ കൊണ്ടും ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു സയൻസും പെർഫെക്റ്റ് ആവാത്തത്. ഒരു സയൻസും പെർഫെക്റ്റ് ആവാൻ പറ്റില്ല. കാരണം അത് പെർഫെക്ഷൻ ആയി എന്നൊക്കെ തോന്നും, അപ്പാണ് ചാടികളയും. ഇന്ദ്രജിത്തിന് ജനിക്കുന്ന സമയത്ത് രാവണൻ കുറെ ഗ്രഹങ്ങളെ വരിവരിയായിട്ട് ഉത്തമസ്ഥാനത്ത് നിർത്തിയത്ര. അവസാന സമയത്ത് ശനി കാല് മാറ്റി വെച്ചു എന്ന് പറയും. അതുപോലെ നിങ്ങളൊക്കെ ശരിയായി എന്ന് വിചാരിക്കും, അവസാനം ആ കാല് മാറ്റി വയ്ക്കുള്ളൂ, ചാടിക്കളയും. അതാണ് ശാസ്ത്രത്തിന് പിടികിട്ടാത്ത കാര്യം. ഇതാണെന്നൊക്കെ പറയും. ഒന്നും അവസാനം ഒന്നും ഇങ്ങനെ നിശ്ചയിക്കാൻ, നിരൂപണം ചെയ്യാൻ ഒക്കില്ല. നിങ്ങൾക്ക് ഭഗവാൻ, വിവേകാനന്ദ സ്വാമികളുടെ അടുത്ത് പറഞ്ഞു, ഭഗവാന് ബ്രെയിൻ ഒന്നുമില്ല അത്രേ. ഭഗവാൻ നമ്മൾക്ക് ചെറിയ ചെറിയ ബ്രെയിൻ തന്നിട്ട് വെറുതെ നമ്മളെ ബുദ്ധിമുട്ടിക്കുക. ഇത് ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇത് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ പറഞ്ഞാൽ എന്താ? ജ്ഞാനികൾക്കും ബ്രെയിനൊന്നുമില്ല, അതുകൊണ്ട് അവർ സ്വതന്ത്രമാണ്. വിവേകാനന്ദ സ്വാമിയുടെ ലെക്ചർ കേട്ട ആളുകളൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം കർമ്മയോഗം പോലെ ശ്രേഷ്ഠമൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രഭാഷണം ചെയ്തത്. അപ്പോൾ ഇവരൊക്കെ നല്ലവണ്ണം തെളിഞ്ഞിരിക്കും. അടുത്ത ദിവസം അദ്ദേഹം പറയും, ഈ കർമ്മം എന്ന് പറയുന്ന സാധനയില്ല, നിങ്ങളെ ബന്ധിച്ചിരിക്കണതൊക്കെ ഇതാണ്. അപ്പോൾ ഒരു അമ്മ ചോദിച്ചു, സ്വാമിജി, യെസ്റ്റർഡേ യു ടോൾഡ് ദാറ്റ് കർമ്മ ഈസ് എവറിത്തിങ്, ടുഡേ യു ഡിനൈ എവറിത്തിങ്. യെസ്റ്റർഡേ വാസ് യെസ്റ്റർഡേ, ടുഡേ ഈസ് ടുഡേ എന്ന് പറഞ്ഞത്രേ. പ്രതിബോധവിദിതം മതം. ഈ ബ്രെയിൻ ഉണ്ടല്ലോ, അതൊരു വലിയ പ്രതിബന്ധമാണ്. സത്യത്തിനെ മനസ്സിലാക്കുന്നതിന് പകരം സത്യത്തിനെ ലിമിറ്റേഷനിലേക്ക് കൊണ്ടുവരികയാണത്. അത് ഇന്ന രീതിയിലാവണം, ഇന്ന രീതിയിലെന്നൊക്കെ പറഞ്ഞ് ഹൈഡ്രജനും ഓക്സിജനും മോളിക്യൂളും ആറ്റമും പോലെ അഖണ്ഡ വസ്തുവിനെ ഒരു ലിമിറ്റേഷന്റെ ഉള്ളിൽ കൊണ്ടുവരാൻ ഈ ബുദ്ധിക്ക് കഴിയില്ല. ബുദ്ധി ചേഷ്ടയൊക്കെ ഒടുങ്ങി അതിൽ നിശ്ചലമായിട്ട് നിന്നാൽ താനായി അറിയപ്പെടും. യഥാ പഞ്ചാവതിഷ്ഠന്തേ ജ്ഞാനാനി മനസാ സഹ ബുദ്ധിശ്ചന വിചേഷ്ടത്തെ താമാഹുഃ പരമാം ഗതിം. ബുദ്ധി ന വിചേഷ്ടത്തെ. ബുദ്ധി അതിന്റെ ചേഷ്ടയൊക്കെ വിട്ട് അടങ്ങി നിശാന്തമായിട്ട് ഇതിന്റെ രൂപം മനസ്സിലാക്കി കളയാമെന്ന് പറഞ്ഞ് അതിൽ റിസർച്ച് ചെയ്യാൻ പുറപ്പെട്ടാൽ പെട്ടുപോകും. ന രൂപമസ്യേഹ തഥോപലഭ്യത്തെ. ഭഗവാൻ പറയണത് എന്താ ഭഗവാനെ ഇങ്ങനെ ഈ തലകീഴായ മരം അത് ഇതൊന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വെറുതെ ഇങ്ങനെ ബുദ്ധി മോഹയസീവമേ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അർജുന, ഇതിന്റെ സ്വഭാവം അങ്ങനെയാണിപ്പ. നീ ആദ്യം ഒരു കാര്യം ചെയ്യൂ, നിന്റെ ബുദ്ധി അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കൂ.
ന രൂപമസ്യേഹ തഥോപലഭ്യത്തെ. ഇത് ആദി എവിടെയാണ്, അന്തം എവിടെയാണ്, ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. നാദിഹി നച്ച അന്തഃ. ഇതിന് ആദി എവിടെ? ഈ സംസാരം എവിടെ തുടങ്ങി? കുട്ടികൾ ചോദിക്കില്ലേ അല്ലേ, ഇയാളുടെ അച്ഛനാരാണ്, ഇയാളുടെ അച്ഛനാരാണ്, ഇയാളുടെ അച്ഛനാരാണ് എന്ന് ചോദിക്കണ പോലെ ഇങ്ങനെ കാലം, ടൈമിന്റെ ഉള്ളിൽ നമ്മളുടെ ബ്രെയിൻ കുടുങ്ങിയിരിക്കുന്നത് കൊണ്ട് ഈ സംസാരം എവിടെ തുടങ്ങി? നോക്കൂ, കുട്ടികളുടെ നഴ്സറി ക്ലാസ്സിലുള്ള കുട്ടികളുടെ കളി പോലെയാണ് നമ്മളുടെ ഫിസിക്സ് ഒക്കെ. ഇപ്പോ ഒരു സ്ഫോടനം ഉണ്ടായി, ഈ സയന്റിസ്റ്റ് ചെന്ന് കണ്ടിട്ട് വന്ന പോലെ നമ്മള് അതൊക്കെ വിഴുങ്ങുക അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, സയൻസിനോട് നമുക്ക് ഒരു അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസമാണ്. ഇത്ര കാലം ഞങ്ങളൊക്കെ മെനക്കിട്ടിട്ട് പാവങ്ങള് 9 ഗ്രഹങ്ങൾ എന്ന് പഠിച്ചു. ഇപ്പൊ പറഞ്ഞു ഒന്നും കാണാനില്ല, അത്രേ പെട്ടേ ഉള്ളൂ. എന്തൊരു ചില്ലറ 50 പൈസ 8 അണ 4 അണ ഒക്കെ കാണാതെ പോയ പോലെയാണ് ഇപ്പൊ വളരെ എളുപ്പത്തിൽ പറയണത്. ആ നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞ ഗ്രഹം കാണാനില്ല അത്രേ. എന്തൊരു അന്യായ നോക്കൂ. അത് കാണാതെ പോയത് പോട്ടെ, നമ്മൾ പഠിച്ച മാർക്ക് പണ്ടേ എഴുതുമ്പോ ചിലരൊക്കെ ഈ ഒന്ന് വിട്ടിട്ട് എഴുതിയവരുണ്ട്. അവർക്കൊക്കെ ഒന്ന് മാർക്ക് കൊടുക്കുമോ? വെറും തമാശയാണ്. അപ്പൊ ജ്യോത്സ്യന്മാരിപ്പോ പറയണത് എന്താ? ഞങ്ങൾ പറഞ്ഞില്ലേ അന്നേ 7 എണ്ണമേ ഉള്ളൂ, ഇനി ഒന്നുകൂടെ കാണാതാവാൻ ഉണ്ട് എന്നാണ് അവർ പറയണത്. ഈ രാഹുവും കേതുവും ഒക്കെ കാൽപ്പനിക ഗ്രഹങ്ങളാണെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ. 7 എണ്ണമേ ഉള്ളൂ, ഇനി ഒന്നും കൂടെ കുറച്ച് കഴിഞ്ഞാൽ നോക്കോളൂ, ഇല്ല എന്ന് പറയും ഇവര്. അപ്പോ നരൂപമസ്യേഹ തഥോപലഭ്യത. അന്നു കാണുന്നത് വാഴ്ത്തുന്നു മാമുനികൾ എന്നത്രേ ഉള്ളൂ ഹരിനാരായണായ നമഃ. നമ്മുടെ എഴുത്തച്ഛൻ പറഞ്ഞു, അപ്പൊ എന്തൊക്കെ കാണണോ അതിനെയൊക്കെ വാഴ്ത്തുന്നു, അത്രേ ഉള്ളൂ. അന്നു കാണുന്നത് വാഴ്ത്തുന്നു മാമുനികൾ എന്നത്രേ ഉള്ളൂ ഹരിനാരായണായ നമഃ. ഈ പ്രപഞ്ചത്തിനെ കുറിച്ചും ലോകത്തിനെ കുറിച്ചും പറയുന്ന കഥയൊക്കെ അത്ര തന്നെ. ഇത് ഉരുണ്ടതാണെന്നും പരന്നതാണെന്നും എന്തൊക്കെ ചർച്ചകൾ കാലാകാലത്തിൽ നടന്നിട്ടറിയോ. അതാത് കാലത്തിൽ അതാത് സത്യമായിട്ട് തോന്നും. അവൻ കാണിക്കണത് നിങ്ങൾ കാണണോ, അത്രേ ഉള്ളൂ. ഇതൊരു സിനിമ അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണോ. അനുസ്യൂത്വം. ന രൂപമസ്യേഹ തഥോപലഭ്യത്തെ നാന്തോ. ഇതിന് അന്തം ഡിസംബർ 22-ാം തീയതി. എത്ര ആളുകളെ അറിയോ ലോകാവസാനത്തിന് വേണ്ടി ഈ വർഷം നമ്മളൊക്കെ, ഞാൻ വിചാരിച്ചു ഒന്ന് കാണാന്നാണ്. ഈ ഡിസംബർ 22-ാം തീയതി നമ്മൾ ഏതായാലും ആദ്യം കണ്ടിട്ടില്ല, ഈ അവസാനമെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോന്നിരുന്നതാ. 22-ാം തീയതി ഇതിന്റെ അവസാനം. അതൊക്കെ 22-ാം തീയതിക്ക് മുമ്പ് നിങ്ങള് മാർഗം കൂടിയിട്ട് രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് തുടങ്ങിയ പരിപാടി അതൊക്കെ. അതിപ്പോ പോയി. അപ്പോ 22-ാം തീയതി എന്ന് പറഞ്ഞു. എത്ര ഇതിനു മുമ്പ് ഒരുപാട് ഇങ്ങനെ പ്രഡിക്ഷൻ വന്നിട്ടുണ്ട്. ഇതോടുകൂടെ ലോകം അവസാനിച്ചു, എല്ലാം കഴിഞ്ഞു. ഇതിനിപ്പോ ഇത്ര മെനക്കെടൊന്നും വേണ്ട, നമ്മൾ മരിച്ചാ മതി, ഉറങ്ങിയാ മതി. അപ്പോ ഇതിന് നാന്തഃ, ഇത് അനുസ്യൂതം അനവരതം ആ ചിദാകാശത്തിൽ നടക്കുന്ന ലീലയാണ്. ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഒരു സമയം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ജീവൻ അഭിമാനത്തോടുകൂടി ഇരിക്കുന്ന ജീവാഹന്ത വേറെ ഒരു സ്ഥലത്ത് പോയി ജനിക്കണമെന്ന് വിചാരിച്ചോളൂ. ചിലപ്പോൾ വേറെ എന്തെങ്കിലും മണ്ഡലമായിരിക്കും, ഈ മണ്ഡലമേ ആയിരിക്കില്ല. അതൊക്കെ വെറുതെ സിമ്പിൾ കാര്യമല്ലേ. ഇപ്പൊ നമ്മളത് ജനിച്ചു ഉടനെ നമ്മൾ പാലക്കാട് അവിടെ ഒക്കെ കണ്ടു, മരിച്ചു കഴിഞ്ഞ് പിന്നെ അടുത്ത ജീവൻ കിളിർത്ത് വരുമ്പോ ചിലപ്പോ വേറെ ഏതെങ്കിലും ഗ്രഹമോ വേറെ ഏതെങ്കിലും മണ്ഡലമായിരിക്കും, ആർക്കറിയാം. അപ്പൊ അത് മുമ്പിൽ കാണും, അന്ന് അതൊക്കെ കാണും. അന്ന് അവിടെയൊക്കെ ചിലപ്പോൾ ഭൂമി എന്ന് പറഞ്ഞുള്ള ഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എവിടെയോ ഉണ്ട്, ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ യുക്തിവാദികളായിട്ടൊക്കെ നടക്കും. മുമ്പിൽ കാണുന്ന ദൃശ്യമാണ്. സാഖ്യന്മാര് അവര് പറയണത് പ്രകൃതി പുരുഷന്റെ മുമ്പിൽ ചിത്രങ്ങൾക്കുമേലെ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കണു. അവസാനം പുരുഷന് മതിയായി കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ ലീനയായിട്ട് പോകും. ഇതാണ് സാഖ്യ സിദ്ധാന്തം. സാഖ്യന്മാരെന്നാണ് വേദാന്തം ഒരു പടി പോണത്.
സാഖ്യന്മാരെയാണ് ദാർശനികന്മാരൊക്കെ കൂടെ വൃദ്ധാഹ എന്ന് പറയണത്, നമ്മുടെ മുത്തശ്ശന്മാരെന്നാണ്. ആ സാഖ്യന്മാര് പറയണത് പ്രകൃതി പുരുഷന്റെ മുമ്പിൽ ഇങ്ങനെ ചിത്രങ്ങളായി കാണിച്ചുകൊണ്ടിരിക്കും. അതിന് ആദി അന്തം ഒന്നും കിട്ടില്ല. നച്ച ആദിഹി നച്ച അന്തഹ. ശരി, അതിപ്പോ കാണുന്ന സമയത്ത് ഉണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കിയാൽ നച്ച സംപ്രതിഷ്ഠ. കയറിൽ പാമ്പുണ്ടോ നോക്കുമ്പോൾ പാമ്പ് കാണാതായ പോലെ, ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ അവിടെ പാമ്പില്ലാതായതുപോലെ ഇപ്പൊ പ്രപഞ്ചം ഉണ്ടോ എന്ന് നോക്കിയാൽ പ്രപഞ്ചം ഇല്ല. പ്രപഞ്ചോ യതി വിദ്യേത നിവർത്തേത ന സംശയ. പ്രപഞ്ചം വാസ്തവത്തിലുണ്ടെങ്കിൽ അത് നിവർത്തിക്കും. അത് വാസ്തവത്തിൽ ഇല്ലല്ലോ. സുഷുപ്തിയിലുണ്ടോ? സ്വപ്നത്തിലുണ്ടോ? ഇന്ദ്രിയവേദ്യമായ കാര്യമല്ലേ ഉണ്ടോ? എല്ലാത്തിനെയും അന്വേഷിച്ചു നോക്കിയ അവസാനം ആ വസ്തു അല്ല. ഒരു തേക്ക് എന്ന് പറയുന്ന മരം, അത് തേക്കാണോ? നിങ്ങൾ കൊടുത്ത പേരാണ് അതിന് തേക്ക് എന്ന്. ആ വൃക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ആ വൃക്ഷം ഒരു ഇരുപ്പ് മാത്രമാണ്, ഒരു എക്സിസ്റ്റൻസ് മാത്രമാണ്. നിങ്ങൾ കൊടുത്ത പേരാണ് ഒരു പക്ഷി, ഒരു സിംഹം, പശു. ഇതൊക്കെ നിങ്ങൾ കൊടുത്ത്, നിങ്ങൾ തന്നെ പേര് കൊടുത്തിട്ട് നിങ്ങൾ തന്നെ അതിന്റെ സ്പെല്ലിന്റെ ഉള്ളിൽ കിടക്കാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം അത് ചൈതന്യമാത്ര സ്ഥിതമായൊരു വസ്തുവാണ്. അതിന് പശു എന്നുള്ള പേരൊന്നും അതിനറിയില്ല, പക്ഷി എന്നുള്ള പേരൊന്നും അതിനറിയില്ല. നിങ്ങൾ ശബ്ദജാലത്തിന്റെ ഉള്ളിൽ നിങ്ങൾ കിടക്കുകയാണ്. വാസ്തവത്തിൽ അവിടെ എന്താണെന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ ചൈതന്യമേ അവശേഷിക്കണുള്ളൂ, ബോധമേ ഉള്ളൂ. അതാണ് സർവം ഖലു ഇദം ബ്രഹ്മ എന്ന അവസാനത്തെ നിരൂപണം. ഇടയ്ക്ക് ഈ നാമം രൂപമൊക്കെ കാണുന്നു. ഈ നാമരൂപമൊക്കെ കണ്ടാലും വസ്തു ഒന്നും മാറിയിട്ടില്ല. വസ്തുവൊക്കെ തന്നെ അത് തന്നെ. ഇത് ആത്മാ തന്നെ. ഇവിടെ നാമരൂപങ്ങളും ഒക്കെ ആത്മാ തന്നെ. ഇപ്പൊ നമ്മൾ നാമരൂപങ്ങളൊക്കെ ആത്മാ തന്നെ എന്നുള്ള അറിവുണ്ടല്ലോ അല്ലേ? ഈ അറിവ് പോലും വാസ്തവമല്ല. ഈ അറിവ് പോലും അവസാനമുള്ള അവിദ്യയാണ്. ഈ അറിവും വിട്ട് വിശ്രമിച്ച് നാച്ചുറലാണ്. പ്രഹ്ലാദൻ പറഞ്ഞു ഹിരണ്യകശിപുവിന്റെ അടുത്ത്, എനിക്ക് കാണുന്നതൊക്കെ നാരായണനാണ്. ഹിരണ്യകശിപു ചോദിച്ചു, എങ്ങനെയാണോ അത് കാണുന്നത്? അതാണല്ലോ ഉള്ളതെന്ന്. അതെന്തിപ്പോ കാണാൻ എന്താ ബുദ്ധിമുട്ട്? എനിക്ക് സംശയം നിങ്ങളൊക്കെ വേറെ എന്തൊക്കെയോ കാണുന്നത് എങ്ങനെയാണെന്നാണ് എനിക്കിപ്പോ സംശയം. ത്വം വായുരഗ്നിരവനിർവിയദംബുമാത്രാ പ്രാണേന്ദ്രിയാണി ഹൃദയം ചിദനുഗ്രഹശ്ച സർവം ത്വമേവ സഗുണോ വിഗുണശ്ച ഭൂമൻ നാന്യത്വദസ്തി യത് വചസാ നിരുക്തം ഏവം വിമർശ്യ സുധിയോ വിരമന്തി ശബ്ദാത്. പ്രഹ്ലാദൻ പറഞ്ഞു, ത്വം വായു അഗ്നി അവനി വിയത് അംബുമാത്രാ പ്രാണേന്ദ്രിയാണി ഹൃദയം ചിത് അനുഗ്രഹസ്യ. നാരായണനെ സ്വരൂപത്തിലെ സ്വരൂപതഃ എന്താണെന്ന് അറിഞ്ഞാൽ കുട്ടി പറയാണ്, ഇവിടെ വായുവായിട്ട് തോന്നണതും അഗ്നിയായിട്ട് തോന്നണതും ഭൂമിയായിട്ട് തോന്നണതും ജലമായിട്ട് തോന്നുന്നതും സൂക്ഷ്മ തന്മാത്രകളായിട്ട് തോന്നുന്നതും ഉള്ളിൽ കണ്ണടച്ചിരുന്ന് നോക്കിയാൽ ചിത്തവൃത്തികളായിട്ട് തോന്നണതും അഹങ്കാരമായിട്ട് തോന്നണതും ഇതിനൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാൽ ചൈതന്യമാത്രമായിട്ട് അവശേഷിക്കുന്നതും ഒക്കെ ഭഗവാനെ അവിടുന്നാണെന്നാണ്. ഇങ്ങനെ നല്ലവണ്ണം വിമർശനം ചെയ്ത് അറിഞ്ഞിട്ട് നല്ല ബുദ്ധിയുള്ള ആളുകൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വിമർശനത്തിനെ നിർത്തിക്കളഞ്ഞ് മൗനികളായിട്ട് തീരണം. നിശ്ചലത തത്വം. ആ നിശ്ചലത വളരെ നാച്ചുറൽ. അതാണ്. ഇനിയിപ്പോ ഇതിപ്പോ ഈ മൈക്ക് നാരായണനാണെന്ന് പറയേണ്ടതില്ല, നാരായണനാണ്. അതിനെ നിങ്ങൾ മൈക്ക് എന്നോ എന്ത് വേണമെങ്കിൽ വിളിച്ചോളൂ. ഇത് നാരായണനാണ്, കാണുന്നതൊക്കെ നാരായണനാണ് എന്നുള്ളത് സഹജസിദ്ധമായിട്ടിരിക്കണു സിദ്ധന്. നമുക്കിത് സാധനയാണ്. പ്രഹ്ലാദന് ഹിരണ്യകശിപു ഒരേ സ്ഥലത്താണ് നിൽക്കുന്നത്. ഹിരണ്യകശിപു പറഞ്ഞു, ഇത് ലോകമാണ്, ദേവലോകമാണ്, ഭൂലോകമാണ്, ഇതിനൊക്കെ ഞാൻ രാജാവാണ്, ഭോഗ്യപദാർത്ഥം അല്ലേ? അതായത് ഞാൻ ഉള്ളപ്പോഴാണ് ഈ ലോകം ആവശ്യം വരുന്നതേ. ഞാനില്ലെങ്കിൽ ലോകമില്ല. സുഷുപ്തിയില് ഞാനില്ല, ലോകമില്ല. സമാധിയില് ഞാനില്ല, അപ്പൊ ലോകം ലോകമായിട്ടില്ല.
ജാഗ്രതത്തിൽ തന്നെ ഞാൻ എന്നുള്ള അഭിമാനം ഉദിക്കാതായാൽ ആത്മാനുഭവം ഉണ്ടാവും. പ്രപഞ്ചം അതേപടി കാണപ്പെട്ടാലും ഇത് ആത്മസ്വരൂപമാണ് എന്നുള്ള നിശ്ചയം ആത്മനിഷ്ഠന് ഉണ്ടാവും. നമുക്ക് മനസ്സിലാവുമോ? മനസ്സിലാവണമെന്നൊന്നുമില്ല, നിങ്ങൾ കേട്ടാ മതി. ഇത് കേൾക്കണത് തന്നെ ഇത് വേദമാണ്. ഇതാണ് വേദം, ഇതാണ് വേദം. ഈ ഇപ്പൊ പറയണ്ടല്ലോ അല്ലേ, ഇതാണ് വേദം. ഇത് നിങ്ങൾ കേട്ടാ മതി. ഇത് നിങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലായിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇതം സർവം യദയം ആത്മാ, അങ്ങനെ അറിയാതെ ഇരിക്കുന്നിടത്തോളം, അപ്പൊ ആത്മാവാണെന്ന് അറിയണതിന് പകരം ആത്മാവിനെ ആണായിട്ടും പെണ്ണായിട്ടും ഒക്കെ കാണുന്നില്ലേ നമ്മളെ. അറിഞ്ഞു കഴിഞ്ഞവന് ത്വം സ്ത്രീ, ത്വം പുമാനസി, ത്വം കുമാര ഉതവാ കുമാരി, ത്വം ജീർണോ ദണ്ഡേന വഞ്ചസി, ത്വം ജാതോ ഭവസി വിശ്വതോ മുഖഃ. ശ്വേതാശ്വതര ഉപനിഷത്തില് ഋഷി പറയണു, ഭഗവാനെ അവിടുന്ന് സ്ത്രീ ആയിട്ടിരിക്കണു, അവിടുന്ന് പുരുഷനായിട്ടിരിക്കണു, അവിടുന്ന് കുമാരനായിട്ടിരിക്കണു, കുമാരിയായിട്ടിരിക്കണു, വൃദ്ധനായിട്ടിരിക്കണു എന്നൊക്കെ പറയണു. നമ്മൾക്ക് ഭഗവാനെ എന്നുള്ളത് വിട്ടു. സ്ത്രീ ആയിട്ടിരിക്കണു, പുരുഷനായിട്ടിരിക്കണു, കുമാരനായിട്ടിരിക്കണു, കുമാരിയായിട്ടിരിക്കണു, മുത്തശ്ശനായിട്ടിരിക്കണു, മുത്തശ്ശിയായിട്ടിരിക്കണു, ഇല്ലേ, നല്ല ആളായിട്ടിരിക്കണു, അതൊക്കെ നമ്മളുടെ ദൃഷ്ടിയിലുണ്ട്. ഭഗവാനെ അവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കണു എന്ന് കാണാൻ വയ്യ നമുക്ക്. അങ്ങനെ കണ്ട സംസാരം പോയി, അല്ലേ. അപ്പോ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ എന്ന് പറയുമ്പോ മാതാവ് മാതാവല്ലാതായിട്ട് തീർന്നു, ദേവനായിട്ട് തീർന്നു. പിതാവ് പിതാവല്ലാതായിട്ട് തീർന്നു, ദേവനായിട്ട് തീർന്നു. ആചാര്യൻ ആചാര്യനല്ലാതായിട്ട് തീർന്നു, ദേവനായിട്ട് തീർന്നു. അപ്പൊ ഈ ദേവൻ വ്യവഹാരയോഗ്യനായ ഒരാളല്ല, കേവല ചിന്മാത്ര സ്വരൂപനായതുകൊണ്ട് ഇയാൾക്ക് സംസാരമില്ല. ദൃഷ്ടിയിലാണ് സംസാരേ, അല്ലേ. ഒരു വസ്തു ഭോഗ്യപദാർത്ഥമായിട്ട് തോന്നുമ്പോഴാണല്ലോ സംസാരം. അത് പരമാത്മസ്വരൂപമായാൽ അതിൽ ഭോക്താ, ഭോഗ്യം, പ്രേരിതാവ് ഒക്കെ ഒന്നായിത്തീരും. അത്രയ്ക്കൊക്കെ വേണമെന്ന്. അപ്പോ അന്വേഷിച്ചു നോക്കുമ്പോൾ ഈ ലോകം, സംസാരം, ദുഃഖം എന്ന് പറയുന്നത് നമ്മളുടെ സ്വരൂപത്തിൽ കാണില്ല. അപ്പൊ നോക്കൂ, കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് നമുക്കിപ്പോ വേണ്ടത് എന്താ? ശാന്തി വേണം, സമാധാനം വേണം ലോകത്തില്, അല്ലേ. അപ്പോ പലവിധ ദുഃഖത്തിന് വിഷമങ്ങളൊക്കെ നമ്മൾ പെട്ട് അനുഭവിച്ചിരിക്കുമ്പോ ഇടയ്ക്കൊന്ന് ഉള്ളിൽ ചോദിക്കുക, ഈ അനുഭവിക്കുന്ന ആളാരാ? പലതരത്തിലുള്ള അനുഭവങ്ങൾ. ഇതൊന്നും നിഷേധിച്ചാൽ, ഇതൊന്നും ഇല്ല, മായ എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഒന്നും പോവില്ല. ഇതൊക്കെ മായയാണെന്ന് പറഞ്ഞാൽ പോവുമോ? പോവില്ല. മായയാണെന്നുള്ള എക്സ്പീരിയൻസ് വരണമല്ലോ, അല്ല. ഇതൊക്കെ ആത്മാവാണെന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നണമില്ല, അല്ലേ. അപ്പോ ഇതൊക്കെ ആരാണ് ഈ ദുഃഖമൊക്കെ അനുഭവിക്കുന്നത്? കുറച്ച് ശ്രദ്ധയോടെ ഏകാന്തമായിരുന്ന് ഈ ദുഃഖം അനുഭവിക്കുന്നത് ആരാ? എനിക്ക് വരണു ദുഃഖം. ഈ ദുഃഖം വേറെ ആർക്കെങ്കിലും വന്നാൽ എന്നെ ബാധിക്കില്ല. ഇതിനേക്കാളും പ്രബലമായിട്ട് ദുഃഖം പലർക്കും വരുന്നുണ്ട്. നമ്മള് ദുഃഖം, വിഷമങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ആളുകൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് നമുക്ക് വന്നു, എന്തുകൊണ്ട് നമുക്ക് വന്നു എന്ന്. നമ്മള് മറ്റുള്ളവരുടെ കാര്യമൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇതേപോലെ ദുഃഖം എല്ലാവരുടെ അടുത്തും കാണും, ഇതേപോലെ പ്രശ്നങ്ങൾ എല്ലാവരുടെ അടുത്തും കാണും. അതൊന്നും നമ്മളെ ബാധിച്ചതേയില്ല. അയ്യോ പാവം, അങ്ങനെ വരാൻ പാടില്ലായിരുന്നു നമുക്ക് പറഞ്ഞിട്ട് നിർത്തും, അല്ലേ. നമ്മളെ ബാധിച്ചില്ലല്ലോ, നമ്മളെ തൊട്ടില്ലല്ലോ. നമുക്ക് വരുമ്പോ കറക്റ്റായിട്ട് സെന്ററിൽ പോയിട്ടാണ് കുത്തണത്. മർമ്മഭേദി എന്ന് പറയും നമ്മൾ. ആ മർമ്മസ്ഥാനം എന്താ? ഈ ദുഃഖം അനുഭവിക്കണ മർമ്മസ്ഥാനം ഏതാ? വിഷമം അനുഭവിക്കണ മർമ്മസ്ഥാനം ഏതാ? ഞാൻ, അഹം, അഹങ്കാര. അപ്പൊ ഈ അഹങ്കാരം, അഭിമാനം ദുഃഖം അനുഭവിക്കണം. ഈ ദുഃഖം അനുഭവിക്കുന്ന അഭിമാനം ഉണ്ടല്ലോ, അഭിമാനത്തിന്റെ സ്വരൂപം എന്താണ്, ഈ അസ്മിതയുടെ സ്വരൂപം എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോ എന്താണ് ഇത്? ഈ അനുഭവിക്കുന്ന ആളാരാ? ഞാൻ എന്താണ് വാസ്തവത്തിൽ? ഞാൻ 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 എന്ന് പറയണ്ടല്ലോ, ഇതിന്റെ സ്വരൂപം എന്താണ് എന്ന് ആരായുമ്പോ നച സംപ്രതിഷ്ഠ. ആശ്ചര്യം എന്താന്ന് വെച്ചാൽ അവിടെ ഇത് കാണാനില്ല. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. അപ്പോ ആനുഭാവികമായിട്ട് നിങ്ങളിത് കാണും. ഇപ്പൊ പറയുമ്പോ ഇത് ഇന്റലക്ച്വൽ ആയിട്ടിരിക്കും, ബൗദ്ധികമായിട്ടിരിക്കും നിങ്ങൾക്ക്. ഇത് ആന്തരികമായിട്ട് ഈ ഞാൻ എന്ന് പറയുന്ന അഹങ്കാരത്തിനെ സ്പർശിക്കുമ്പോഴേ എന്തും എന്നെ ബാധിക്കുള്ളൂ.
അഹങ്കാരത്തിന് സ്പർശിച്ചിട്ടില്ലെങ്കിൽ ഒന്നും ബാധിക്കില്ല, അല്ലേ? എന്താണെങ്കിലും നമ്മളുടെ അഹങ്കാരമാണ് നമ്മളുടെ വേദനയ്ക്ക് മുഴുവൻ സെന്റർ. നിങ്ങളെ കുറ്റം പറഞ്ഞാൽ, നിങ്ങളെ പുകഴ്ത്തിയാൽ, വേറെ ആരെങ്കിലും പുകഴ്ത്തിയാൽ എനിക്കൊന്നും വലിയ സന്തോഷമില്ല, ചിലപ്പോൾ സന്താപം ഉണ്ടാവും. വേറെ ആരെങ്കിലുമൊക്കെ നിന്ദിച്ചാൽ എന്നെ ബാധിക്കണില്ല. വേറെ ആരുടെയെങ്കിലും കുടുംബത്തിൽ വിഷമം വരുമ്പോൾ അത്രയൊന്നും എന്നെ ബാധിക്കണില്ല. ശരിക്കും ശാസ്ത്രം പറയണത് മറ്റുള്ളവർക്ക് വിഷമം വന്നിട്ട് നമ്മളെ ബാധിച്ചാൽ അതൊരു ആനന്ദാണത്രേ, അത് ദുഃഖമല്ല. പതഞ്ജലി യോഗസൂത്രത്തില് ഇത് കാര്യമായിട്ട് ഇത് തന്നെ പറയുന്നുണ്ട്. മറ്റുള്ളവന്റെ ദുഃഖത്തിൽ ദുഃഖിക്കണത് ആനന്ദമാണെന്നാണ്. എന്നുവെച്ചാൽ സർവാത്മഭാവം പതുക്കെ പതുക്കെ ഇയാളില് പ്രകാശിച്ചു തുടങ്ങിയിരിക്കണമെന്ന് അർത്ഥം. മറ്റുള്ളവന്റെ ദുഃഖം കണ്ട് അതിലങ്ങനെ ഇഴുകിച്ചേരുന്ന ആളുണ്ടല്ലോ, അവൻ ദുഃഖിക്കല്ല ചെയ്യണത്, അവന് സർവാത്മഭാവം ഉണ്ടാവുകയാണ്. അപ്പോ മറ്റുള്ളവന്റെ ദുഃഖം നിങ്ങളെ ബാധിക്കുകയാണെങ്കിൽ ഹൃദയഗ്രന്ഥി അവിടെ ഇല്ല. ചിലർക്കൊരു ചോദ്യമുണ്ടേ, ഈ ജ്ഞാനികൾക്ക് എല്ലാവരുടെ ദുഃഖവും അവരെ ബാധിക്കണമെന്നൊക്കെ പറയുമ്പോൾ അവരെ പോലെ വലിയ സംസാരികളെ ഇല്ലല്ലോ എന്നാണ്. അവർക്ക് സദാ ദുഃഖമാണ്. കാരണം ആർക്കെങ്കിലും ഇവിടെ ദുഃഖം ഉണ്ടാവും ലോകത്തില്. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതിയോർജുന സുഖം വാ യതി വാ ദുഃഖം സയോഗി പരമോമത എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോ മറ്റുള്ളവരുടെ ദുഃഖം വരുമ്പോൾ തനിക്ക് ദുഃഖം വരണ പോലെ അനുഭവിക്കുക. അപ്പൊ വാൽമീകി ഒരു കിളിയെ അമ്പെയ്തപ്പോ കിടന്നു പടച്ചു, അല്ലേ? ആ വേദന അനുഭവിച്ചു. പക്ഷെ ആ വേദന രാമായണം എന്നുള്ള കാവ്യം മുഴുവൻ അതൊന്നും വന്നതാ, അതൊരു കാരണമായിട്ട് തീർന്നു. അത് ആനന്ദമാണത്. ദർ ഈസ് ഡീപ്പ് എക്സ്റ്റസി ഇൻ പെയിൻ എന്ന് വിവേകാനന്ദ സ്വാമികൾ ഒരു സമയത്ത് പറഞ്ഞു. അതായത് കൽക്കട്ടയിൽ മുഴുവൻ പ്ലേഗ് വന്നിട്ട് ജനങ്ങളൊക്കെ മരിക്കുകയും വിഷമിക്കുകയും ചെയ്യുമ്പോൾ ഇദ്ദേഹം കാശ്മീർ ഒരു സ്ഥലത്തിരുന്ന് രാവും പകലും ഇല്ലാതെ വേദനിക്കാം, വിഷമിക്കാം. അപ്പോ ഒരു ഭക്തൻ ചോദിക്കുകയാണ്, സ്വാമി ഇങ്ങനെ അങ്ങേക്ക് വേദന വരണമല്ലോ, അവിടുത്തെ ഇത് കണ്ടിട്ട് മഠമൊക്കെ വിറ്റ് കളയൂ എന്നൊക്കെ പറഞ്ഞൊക്കെ നിലവിളിക്കാം. മഠമൊക്കെ വിറ്റിട്ട് അതൊക്കെ എടുത്തിട്ട് ഇവർക്ക് വല്ലതൊക്കെ ചെയ്തു കൊടുക്കുന്നു. അപ്പോഴാണ് പറയുന്നത് ദർ ഈസ് ഡീപ്പ് എക്സ്റ്റസി ഇൻ പെയിൻ. ഈ സർവാത്മഭാവത്തില് മറ്റുള്ളവരുടെ ദുഃഖം തന്നിൽ അനുഭവിക്കുന്ന യോഗിയുണ്ടല്ലോ, അവൻ ആത്മാനുഭവത്തിലാണ് നിൽക്കുന്നത്. പല ജ്ഞാനികളും ലോകപ്രവർത്തനത്തിനൊക്കെ ഇറങ്ങി വരുന്നതൊക്കെ ഈ ഭാവത്തിലാണ്. നാരായണ ഗുരുസ്വാമി സുബ്രഹ്മണ്യ സ്തോത്രം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹം ലോകപ്രവർത്തനത്തിന് ഇറങ്ങി വരാൻ ഉദ്ദേശിച്ച ആളൊന്നും ആയിരുന്നില്ല. സത്യാന്വേഷിയായി പരമഭക്തനായി സുബ്രഹ്മണ്യനെ ധ്യാനിച്ചും ശിവനെ ധ്യാനിച്ചും അവസാനം വേദാന്ത വിചാരം ചെയ്തും തിരുവനന്തപുരത്ത് ആ തിരുനെൽവേലി അടുത്തായിട്ട് ആ മരുത്വാമലയിൽ കയറിയിരുന്ന് തപസ് ചെയ്ത ആള് അവിടുന്ന് ഇറങ്ങി വരാനുള്ള കാരണം പറയുന്നത്, സ്പഷ്ടം നിലാവങ്ങ് നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു. എന്നുവെച്ചാൽ ഇരുട്ടങ്ങോട് മറഞ്ഞു, ദിനകരൻ ഉദയം ചെയ്തു എന്നാണ്. സൂര്യൻ ഹൃദയത്തിൽ പ്രകാശിച്ചു, തട്ടിത്തട്ടിപ്പെരുക്കി പെരുവെളിയതിലാക്കുവാൻ പിന്നെയാട്ടെ എന്നാണ്. ഇനി പൂർണ്ണമായ സമാധിസ്ഥിതിയിൽ ഇരിക്കണം, അത് കുറച്ചു നേരത്തേക്ക് മാറ്റിവെക്കാം. കഷ്ടം ദീനം പിടിച്ചോ മതിരയതു കുടിച്ചോ കിടക്കുന്ന ലോകർക്കുത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ. കള്ളും കുടിച്ചിട്ടോ അജ്ഞാനത്തിൽ പെട്ടിട്ടോ പലവിധത്തിലുള്ള വ്യാധികളും സംസാര ദുഃഖമായിട്ട് ഇരിക്കുന്ന ആളുകള് ഇത്തിരി ഒന്ന് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം, അവരെയൊക്കെ ഒന്ന് ഉത്തിഷ്ഠത ജാഗ്രത എന്ന് പറയാനുള്ള കാലം വന്നിരിക്കണമെന്നാണ്. അപ്പൊ കുറച്ചു കാലത്തെ അതൊരു ഈശ്വര നിയതിയാണ്. ഈശ്വരന്റെ അനുഗ്രഹ ശക്തി ജ്ഞാനികളെ കയറി പിടികൂടിയിട്ട് അവരെ കൊണ്ട് ചിലതൊക്കെ ചെയ്യിപ്പിക്കും ലോകത്തിൽ, അവർക്ക് വേണ്ടിയിട്ടല്ല. അപ്പോ ആ വേദനയല്ല അവിടെ പറയണത്, അഭിമാനത്തിലാണ് വേദന സ്പർശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ജീവനെ സംബന്ധിച്ച് അജ്ഞാനമുള്ളത്തോളം കാലം പരിച്ഛിന്നതയുണ്ട്, പരിച്ഛേദഭാവമുണ്ട്, അപരിച്ഛിന്നതയില്ല, അല്ലേ? ഇപ്പൊ സുഷുപ്തിയില് പരിച്ഛേദമൊന്നും അറിയണില്ല. സുഖമായി ഉറങ്ങുമ്പോൾ ഒരു പരിച്ഛേദഭാവവും ഇല്ല, സുഖമായിട്ട് ഉറങ്ങി. എഴുന്നേറ്റ ഉടനെ പരിച്ഛിന്ന ഭാവം, ഞാൻ, നീ, അവൻ, എന്റെ ദുഃഖം, എന്റെ കുടുംബം, എന്റെ വിഷമം, ഞാൻ എന്ത് ചെയ്യും ജീവിതത്തില്, എന്റെ ഭാവി, എന്റെ ജീവിതം, എന്റെ പ്രശ്നങ്ങള്,
ഇതൊക്കെ തന്നെ എന്നിലാണ് നിൽക്കുന്നത്. ഞാനെന്ന് പറയുന്ന അഭിമാനത്തിൽ തൊലിയും എലുമ്പുമലം ദുരന്തം അന്തഃകലകളുമെന്തു അഹന്തയൊന്നു കാൺക. ഈ അഹന്ത ഇത്രയും ഏന്തി നിൽക്കണമെന്നാണ്. തൊലിയും എലുമ്പുമലം ദുരന്തം അന്തഃകലകളുമെന്തും അഹന്തയൊന്നു കാൺക. പൊലിയും ഇതന്യ പൊലിഞ്ഞു പൂർണ്ണമാകും, വലിയൊരഹന്ത വരം തരേണം. തൊലിയും എലുമ്പുമലം ദുരന്തം അന്തഃകലകളും, ഉള്ളിലുള്ള സൂക്ഷ്മ ശരീരം, മനസ്സ്, അഹങ്കാരം, അന്തഃകരണം, ഇതൊക്കെ കൂടി എന്തും അഹന്തയൊന്ന് കാണുക. ഈ അഹന്തയാണത്ര ഇത് മുഴുവൻ പിടിച്ചോണ്ട് നിൽക്കുന്നത്. അഹമഹമെന്ന് അരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ലതേകമാകും. അകലും അഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു. ഞാൻ എന്ന് പറഞ്ഞ് ഈ പറയണതൊക്കെ എന്താണെന്ന് ആരായുകിൽ, ഉള്ളിൽ ആരാഞ്ഞു നോക്കുമ്പോ പലതില്ല അവിടെ. അഹന്തയ്ക്ക് തന്നെ ഇരിപ്പില്ല. ഏകവും അദ്വയവുമായ പൊലിഞ്ഞു പൂർണ്ണമാകും എന്നാണ് അവിടെ. ഇത് പൊലിഞ്ഞു പോകണമെന്നാണ്. പൊലിയാന്ന് വെച്ചാൽ ഒരു പടക്കമൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ മേലെ പോയി പൊലിയണില്ലേ, അതുപോലെ ഈ അഹങ്കാരം ആഴത്തിൽ അഹങ്കാരത്തിന്റെ മൂലത്തിനെ അന്വേഷിച്ചു നോക്കുമ്പോൾ ഹൃദയസ്ഥാനത്ത് അത് പൊലിഞ്ഞുപോയി. പിന്നെ അവിടെ എന്തുണ്ട്? പൂർണ്ണമാകും. പൂർണ്ണത്വം, സമാധി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ആത്മാവിന്റെ സ്വരൂപാനുഭവമാണ്. അഹങ്കാരത്തിനെ അന്വേഷിച്ചു നോക്കുമ്പോൾ അതിന് ഇരിപ്പ് കാണാനില്ല. നച്ച സംപ്രതിഷ്ഠ. ഈ അഹങ്കാരത്തിന്റെ ആണ് ജീവിതം മുഴുവൻ അല്ലേ. സംസാരം, ദുഃഖം എന്നൊക്കെ പറയണത് ആത്മാവിനാണോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സംസാരമോ ദുഃഖമോ ഇതൊക്കെ ആത്മാവിനാണോ? ആത്മാവിന് ഇതൊക്കെ വരാനൊക്കുവോ? സൂര്യനിൽ എപ്പോഴെങ്കിലും ഇരുട്ട് വരുമോ? സൂര്യനിൽ എപ്പോഴെങ്കിലുമൊക്കെ സൂര്യന് നിങ്ങൾ പോയി ഇരുട്ടിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവുമോ? സൂര്യൻ ഇരുട്ട് കണ്ടിട്ടേ ഇല്ല അല്ലേ. അതുപോലെ ആത്മാവിന് സംസാരം സത്യമേ അല്ല. പിന്നെ ഈ സംസാരമൊക്കെ ആർക്കാ? എനിക്ക്. പൃഷ്ഠതഃ തവ. ആചാര്യസ്വാമികൾ ഭാഷ്യകാരൻ ഭാഷ്യത്തില് പൂർവപക്ഷി ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ ഈ അജ്ഞാനം ആർക്കാന്ന് ചോദിക്കണ്ട. അതിന് സിദ്ധാന്തം എന്താന്ന് വെച്ചാൽ പൃഷ്ഠതഃ തവൈവ. ചോദിക്കണ നീ ഉണ്ടല്ലോ, നിനക്കാണ്. ആർക്ക് ദുഃഖം? നിനക്ക്. നീ ചോദിക്കണുണ്ടല്ലോ. ആർക്ക് ദുഃഖം ചോദിക്കണ നീ ആര്? ആർക്ക് ദുഃഖം എന്ന് നീ തന്നെ നിന്റെ ഉള്ളിൽ ചോദിച്ചു നോക്കൂ, നീ കാണില്ല. ആർക്ക് ദുഃഖം? എനിക്ക്. ഞാൻ ആര്? ഞാനെന്ന് പറയണത് എന്താ? ഞാൻ എന്ന് പറയണല്ലോ. വാസ്തവത്തിൽ ഇതിന്റെ സ്വരൂപം എന്താ? ആരായുമ്പോ ആരായുകിൽ തിരകൾ നീരായിടുന്നു, ഫണി നാരായിടുന്നു, കുടവും പാരായിടുന്നു. ആരായുകിൽ തിരകൾ നീരായിടുന്നു. ഒരു അല എന്താന്ന് ആരായുമ്പോ കടൽ പോയി ലയിക്കും. കടലേ ഉള്ളൂ, അഖണ്ഡം അല്ലേ. അതുപോലെ അഹങ്കാരത്തിന്റെ സ്വരൂപത്തിനെ അന്വേഷിച്ചാൽ അഖണ്ഡം ഉള്ളിൽ പ്രകാശിക്കും. പിന്നെയും അഹങ്കാരം പൊന്തും. എന്താന്ന് വെച്ചാൽ അജസ്രം ഈ അല പൊന്തിക്കൊണ്ടിരിക്കും കടൽ. അതുപോലെ അഹങ്കാരം പൊന്തും. പക്ഷേ കുറെ പ്രാവശ്യം ഈ അല പൊന്തി അസ്തമിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം അറിയാം, അല പൊന്തുമ്പോഴും അല ലയിക്കുമ്പോഴും നീര് മാത്രമേ ഉള്ളൂ, ജലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അഹങ്കാരം ഉദിക്കുമ്പോഴും അഹങ്കാരം അസ്തമിക്കുമ്പോഴും ആത്മാവിൽ ഒന്നും സംഭവിക്കണില്ല. ചൈതന്യം അത് നാമരൂപത്തിലിരിക്കുമ്പോഴും ചൈതന്യം തന്നെ, നാമരൂപമില്ലാതിരിക്കുമ്പോഴും ചൈതന്യം തന്നെ, സഗുണമായിട്ടിരിക്കുമ്പോഴും ചൈതന്യം തന്നെ, നിർഗുണമായിട്ടിരിക്കുമ്പോഴും ചൈതന്യം തന്നെ, സത്വഗുണത്തിലും ചൈതന്യം തന്നെ, രജോ ഗുണത്തിലും ചൈതന്യം തന്നെ, തമോ ഗുണത്തിലും ചൈതന്യം തന്നെ, സൃഷ്ടി സ്ഥിതി സംഹാരാദി കാലങ്ങളിലൊക്കെ ചൈതന്യം അതിന്റെ സ്വരൂപം അബാധിതമായിട്ടിരിക്കണു എന്ന് നല്ലവണ്ണം മനന നിധിധ്യാസനങ്ങൾ കൊണ്ട് നിശ്ചയിച്ചോളണം. അതിനാണ് പറഞ്ഞത് ഈ അശ്വത്ഥം, ഈ സംസാരം എന്ന് പറയുന്നതിനെ സുവിരൂഢമൂലം, സുഷ്ടു വിശേഷേണ രൂഢം, നല്ലവണ്ണം വിചിത്രമായി അഭിമാനത്തിൽ ചെന്നിരിക്കുകയാണ് ഈ സംസാരം എന്ന് പറഞ്ഞത്. അതിനെ എങ്ങനെ വെട്ടും? അസംഗശസ്ത്രേണ്. അസംഗം എന്ന് വെച്ചാൽ ജ്ഞാനം എന്നേ അർത്ഥമുള്ളൂ. ആത്മാവിന്റെ സ്വരൂപജ്ഞാനം തന്നെ അസംഗം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ
ആരംഭകാലത്തിൽ ലോകം അനിത്യമാണെന്ന് പറഞ്ഞ് തോന്നുന്ന ഇമോഷനെ നമുക്ക് വൈരാഗ്യം എന്ന് പറയാം. പാരമാർത്ഥികമായി അസംഗോഹി അയം പുരുഷ എന്ന മഹാവാക്യം തന്നെ വൈരാഗ്യഹേതു. അതുകൊണ്ട് ആത്മസ്വരൂപത്തിനെ അറിയുമ്പോ അതിനൊന്നിനോടും പറ്റുമാനല്ല, ഒന്നിനോടും സംഘല്ല. അത് അസംഗമെന്ന് പറയുന്നത് അതിന്റെ സ്വാഭാവിക സ്ഥിതിയാണെന്ന്, അതിന്റെ സ്വഭാവമാണ്, സ്വരൂപമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വൈരാഗ്യം എന്ന് പറയുന്ന ഒരു വികാരമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ജ്ഞാനമാകുന്ന ശസ്ത്രം കൊണ്ട്, അതുകൊണ്ടാണ് ഏതച്ഛിത്വാച ഭിത്വാച ജ്ഞാനേന പരമാസിന. ഇതിനെ ഛേദിച്ച് വെട്ടിപ്പ് കാട്ടിൽ പോയി കഴിഞ്ഞാൽ അരിവാളുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടണ പോലെ ഏതച്ഛിത്വാച ഭിത്വാച ജ്ഞാനേന പരമാസിന തദശ്ച ആത്മരതിം പ്രാപ്യ. വലിയ ലാഭം എന്താ ഇപ്പൊ കിട്ടാനുള്ളത്? ഇത്രയൊക്കെ ചെയ്തിട്ട് ഇപ്പൊ എന്ത് കിട്ടാനുള്ളതെന്ന് വെച്ചാൽ ഇടമുറിയാത്ത ആത്മധ്യാനം. അത് കഴിഞ്ഞിട്ട് ശാണ്ഡില്യം പറഞ്ഞു, നീ ലോകത്തിൽ പ്രവൃത്തിയൊക്കെ ചെയ്തോളാം, പക്ഷെ സൂക്ഷിക്കണം, ഈ ആത്മധ്യാനത്തിന് ഭംഗം വരാത്ത വിധത്തിൽ ചെയ്തോളൂ എന്നാണ്. ആത്മരതി അവിരോധേനേതി ശാണ്ഡില്യ എന്ന് നാരദഭക്തി സൂത്രം. നീ നാമസങ്കീർത്തനം ചെയ്യണോ ചെയ്തോളൂ, സന്ധ്യാവന്ദനം ചെയ്യണോ ചെയ്തോളൂ, പൂജ ചെയ്യണോ ചെയ്തോളൂ, വേറെ കർമാനുഷ്ഠാനം ചെയ്യണോ ചെയ്തോളൂ, ജീവനോപായമായ പ്രവൃത്തി ചെയ്യണമോ ചെയ്തോളൂ. ഭഗവാൻ അർജുനനോട് പറഞ്ഞു, നീ യുദ്ധം ചെയ്യണമെങ്കിൽ ചെയ്തോളൂ എന്നാണ്. യോഗസ്ഥ കുരു കർമാണി. യോഗസ്ഥ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആത്മരതി അവിരോധേന, തന്റെ യഥാർത്ഥ സ്വരൂപത്തിനെ മറന്നു കളയാതിരിക്കൂ. മറന്നു കളയാതിരിക്കണമെങ്കിൽ എന്ത് വേണം? കുറച്ചു കാലം ഏകാന്തത്തിലിരുന്ന് തൈര് കടയണ പോലെ ഉള്ളിൽ കടഞ്ഞ് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് ആത്മാനുസന്ധാനം ചെയ്ത് അവിഛിന്നമായ അനുഭവം ഏർപ്പെടുന്ന വരെ ഒന്ന് കടഞ്ഞൊന്ന് തെളിവ് വരുത്തി ഒരു മങ്ങാത്ത ആ സ്വരൂപപ്രകാശത്തിനെ കണ്ടെത്തണം. അത് കണ്ട് ആ ശാന്തിയെ ഭഞ്ജിക്കാതെ ലോകത്തിലിറങ്ങി നടന്നാൽ അയാളുടെ പാദരജസ്സുകൊണ്ട് പൃഥിവി പവിത്രീകൃതമായിട്ട് തീരും, അയാളുടെ അമ്മ ധന്യയായിട്ട് തീരും. കുലം പവിത്രം ജനനി കൃതാർത്ഥ വസുന്ധര പുണ്യവതീ ചേന അപാര സച്ചിത് സുഖവാരിരാശോ പരേ ബ്രഹ്മണി മജ്ജതിയസ്യ ചേത. കുലം പവിത്രം ജനനി കൃതാർത്ഥ. പോകുന്ന സ്ഥലമൊക്കെ ആ ശാന്തി എടുത്തോളും, ലോകം മുഴുവൻ അനുഗ്രഹീതമായിട്ട് തീരും. ആ ശാന്തി ഉണ്ടല്ലോ സഹജസമാധി, ജ്ഞാനം തന്നെ സമാധി. ഇവിടെ ആത്മജ്ഞാനം തന്നെയാണ് സമാധി, അല്ലാതെ യോഗികളുടെ പോലെ യോഗസ്ഥിതിയല്ല ഇത്, മനസ്സിന്റെ സ്ഥിതിയല്ല. ജ്ഞാനം കൊണ്ട് ആത്മാവിന്റെ സ്വരൂപത്തിനെ തന്നെ അറിഞ്ഞ് ആ സ്വരൂപത്തിനെ ഭഞ്ജനമില്ലാതെ, അതിന് ഭംഗമില്ലാതെ, ആവരണദോഷമില്ലാതെ ലോകവ്യവഹാരം ചെയ്യാൻ അറിയണ ഒരു കൗശലത. ആ കൗശലത സമ്പാദിക്കാനാണ് ഭഗവാൻ പറയണത്. അതുകൊണ്ട് ഈ സംസാര വൃക്ഷത്തിനെ വേറെ അർത്തിട്ട് നഷ്ടപ്പെടാത്തതായ ആ പദത്തിനെ ഉള്ളില് പിടിച്ചിരുത്തണം. തതഃ പദം തത് പരിമാർഗിതവ്യം യസ്മിൻ ഗതാഹ ന നിവർത്തന്തി ഭൂയ. രമണ ഭഗവാൻ അരുണാചല അക്ഷരമണമാലയിലെ ഒരു പാട്ട്, പോക്കും വരവുമില്ല പൊതുവെളിയിനിൽ അരുൾ പോരാട്ടം കാട്ടെന്ന് അരുണാചല. മനസ്സുകൊണ്ട് നിങ്ങൾ എന്ത് നേടിയാലും അതിന് പോക്കും വരവുണ്ട്. ഇപ്പൊ സത്സംഗത്തിൽ കേൾക്കുമ്പോൾ നല്ല സുഖമായിട്ടിരുന്നു, ഇവിടുന്ന് ഇറങ്ങി ബസ് കിട്ടാൻ നേരം വൈകിയാൽ പോയി പോകും. ചിലപ്പോൾ ധ്യാനിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും, അത് സത്വോദ്രേകം കൊണ്ട് വരേണ്ടതാണ്, പോയി പോകും. ജ്ഞാനം നല്ലവണ്ണം തെളിഞ്ഞ് ബുദ്ധിയിൽ നല്ലവണ്ണം നിശ്ചയിച്ചാലും സംസാരത്തില് സഹിക്കവയ്യാത്തൊരു ദുഃഖം വന്നു കഴിഞ്ഞാൽ നിലകൊലഞ്ഞു പോകും. ഈ ധ്യാനം, ഈ മനോമണ്ഡലത്തിൽ, ബുദ്ധിയുടെ മണ്ഡലത്തിൽ നിൽക്കുന്ന അറിവിന് സംസാരത്തിന് അഭിഭവം ചെയ്യാനുള്ള ശക്തിയില്ല, വീര്യമില്ല. അപ്പൊ അത് പോയി പോകും. അപ്പൊ നമ്മൾ അറിയണതൊക്കെ തന്നെ നമ്മൾക്ക് മനസ്സിലും ശരീരത്തിലൊക്കെ ബുദ്ധിയിലൊക്കെ ഇരിക്കുന്നുണ്ട്, പുസ്തകത്തിലുണ്ട്. ഭഗവത്ഗീതയൊക്കെ വാങ്ങി വീട്ടിൽ വെച്ചു.
കാര്യത്തിൽ വരുമ്പോൾ പ്രയോജനപ്പെടുന്നില്ല. എന്താന്ന് വെച്ചാൽ ആ അറിവ് എന്നിൽ ഇരുന്നിട്ടില്ല ഇനിയും. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഈ വൃക്ഷത്തിന് വേരോട് അറുത്ത് കളയണം അർജുന. അറ്റ്ലീസ്റ്റ് വയസ്സുകാലത്തെങ്കിലും അറക്കാൻ നിശ്ചയിക്കണം. വാർദ്ധക്യദശ വരുമ്പോഴെങ്കിലും ഇതിനെ അങ്ങോട്ട് ഉപേക്ഷിക്കണം. ലോകത്തിന് എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് തീരുമാനിക്കണം. ഈ ഞാൻ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ എന്റെ പേരക്കുട്ടിയുടെ കാര്യം എന്താവുന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത്. യമസ്യ കരുണാനാസ്തി അല്ലേ? അവസാന കാലം വരുമ്പോ ഇതിന്റെ ബീജം വിത്തൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കരുത്. രോഗം എന്താവും, ഞാൻ വിട്ടുകഴിഞ്ഞാൽ ഈ കുടുംബം എന്താവുന്നു. കർമ്മമൊക്കെ ചെയ്യണം, ധർമ്മം ചെയ്യണം. പക്ഷേ ഉള്ളില് ജാഗ്രതയായി. രാമകൃഷ്ണ പരമഹംസർ പറയുന്ന ഒരു ഉദാഹരണം ഉണ്ട്. ചക്ക മുറിക്കുമ്പോൾ നല്ലവണ്ണം കയ്യിൽ എണ്ണ തേച്ചിട്ട് വേണം മുറിക്കാൻ എന്നാണ്. ആ എണ്ണ തേക്കലാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും, മേലെ ഒട്ടിപ്പിടിക്കും അല്ലേ? പണ്ട് പറഞ്ഞു, ചക്കയില്ലാത്ത ഒരു നാട്ടിലേക്ക് ചക്ക കൊടുത്തയച്ചു അത്രയും. അയാൾ വെട്ടി സർവത്ര ഒട്ടിപ്പിടിച്ചു ഈ ചക്കട മുളഞ്ചി. അവസാനം അയാൾ താടിയിൽ അങ്ങനെ തേച്ചു അത്രേ. താടി മുഴുവൻ ഒട്ടിപ്പിടിച്ചു. അപ്പൊ അത് വടിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അയാൾ താടി ക്ഷൗര്യം ചെയ്ത ആളെ കണ്ടാൽ ചോദിക്കും അത്ര, നിങ്ങൾ ചക്ക തിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനൊരു കഥയുണ്ട്. അതുപോലെ കയ്യിൽ എണ്ണ തേച്ചിട്ട് മുറിക്കാന്നാണ്. അപ്പൊ അസംഗം വൈരാഗ്യം എന്ന് പറയണത് എല്ലാവർക്കും വേണ്ടതാ. സന്യാസികൾക്ക് മാത്രമുള്ളതൊന്നുമല്ല. സന്യാസികളെക്കാളും കൂടുതൽ ഗൃഹസ്ഥന്മാർക്ക് വേണം. എന്താന്ന് വെച്ചാൽ സന്യാസി ഈ വിഷമുണ്ടാക്കണ കീറാമുട്ടി എടുത്ത് എറിഞ്ഞു. അയാൾക്കിപ്പോ വൈരാഗ്യമൊന്നും വലുതായിട്ട് ആവശ്യമില്ല. വൈരാഗ്യം മുഖ്യമായിട്ട് വേണ്ടത് നമുക്കാണ്. അതിന്റെ നടുവിൽ നിൽക്കണു. വൈരാഗ്യം ഇല്ലെങ്കിൽ വീണുപോകും. അസംഗം പതുക്കെ 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 ഈ അസംഗം എന്ന് പറയുന്ന സ്വഭാവം, അനാസക്തി എന്ന് പറയണത് ഭഗവാൻ ഗീതയിലും വൈരാഗ്യം ഗൃഹസ്ഥന്മാർക്കാ പറഞ്ഞത്. അസക്തിരനഭിഷ്വംഗ പുത്രദാര ഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു മൈചാനന്യയോഗേന ഭക്തിരവ്യഭിചാരിണി വിവിക്തദേശസേവിത്വം അരതിർജനസംസതി അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥ ദർശനം എന്നൊക്കെ ഭഗവാൻ ലക്ഷണങ്ങൾ പറഞ്ഞു. കുട്ടികളെ എല്ലാവരും ഉണ്ടാവും, പേരക്കുട്ടികളെ എല്ലാവരും ഉണ്ടാവും. അസക്തി സംഘലാതെ എന്നുവെച്ചാൽ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. അതാണ് ഒരു ചമത്കാരം എന്ന് പറയുന്നത്. അപ്പൊ കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്നത് സംഘം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റും. സംഘം ഉണ്ടെങ്കിൽ കാര്യമൊക്കെ നമ്മൾ കേടുവരുത്തും. സംഘമില്ലാതെ ചെയ്യുമ്പോൾ പേടിയില്ല, മനസ്സിലൊരു ചപലതയില്ല, ശാന്തിയുണ്ട്, നമ്മൾ ചെയ്യാൻ പറ്റും. ഇല്ല, ഇപ്പോ ഒരു ഡോക്ടർക്ക് തന്റെ മക്കൾക്ക് സർജറി ചെയ്യാൻ പറ്റില്ല, വേറെ ഡോക്ടറെ കൊണ്ട് ചെയ്യിപ്പിക്കും. നല്ല സർജനാണെങ്കിലും തന്റെ മകനോ മകളോ വേണ്ടി സർജറി ചെയ്യേണ്ടി വരുമ്പോൾ പലപ്പോഴും പറ്റില്ല. എന്താന്ന് വെച്ചാൽ എന്റെ ആയതുകൊണ്ട് പേടിയുണ്ടാവും. അപ്പൊ തന്നെ അറിയാൻ നോക്കുക, അറ്റാച്ച്മെന്റ് ഉപകാരം ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോ സംഘമൊന്നും വേണ്ട. ലോകവ്യവഹാരത്തിന് സംഘത്തിന്റെ ആവശ്യമില്ല. സംഘമില്ലാതെ തന്നെ ലോകവ്യവഹാരം നടക്കും. അങ്ങനെ പതുക്കെ പതുക്കെ ദൃശ്യങ്ങളിലുള്ള സംഘം എടുത്ത് നാരദൻ ഭാഗവതത്തിലൊക്കെ പറഞ്ഞു, കുടുംബത്തിലൊക്കെ ഇരിക്കുമ്പോ വളരെ ജാഗ്രതയോടെ ഇരിക്കണം കുടുംബി. അവിടെ പലരും പലതും പറയും. അതൊക്കെ തന്നെ ഇങ്ങനെ തെരുവിൽ പോകുമ്പോ, ചന്തയിൽ പോകുമ്പോ പലരും പറയണത് കേൾക്കില്ല, അതുപോലെ കേട്ടോളുക എന്നാണ്. ഭാര്യ പറയും, അമ്മ പറയും, അച്ഛൻ പറയും, മക്കൾ പറയും, പേരക്കുട്ടികൾ പറയും. ഇതൊക്കെ നമ്മൾ ചന്തയിൽ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ നാലാളുകൾ ഇവിടെ നിന്ന് വർത്തമാനം പറയണ്ടാവും, നാലാൾ അവിടെ നിന്ന് വർത്തമാനം പറയണ്ടാവും, വഴി കൂടി പോണവരെന്തോ പറയണ്ടാവില്ലേ. അതൊക്കെ ചെവിയിൽ വീഴില്ലേ. നമ്മൾ വല്ലതുമൊക്കെ ശ്രദ്ധിക്കോ. ഈ ബസാറുമേ മുസാഫിർ ക്യാ ക്യാ തമാശാ ഹോ രഹാ ഹേ. ഒരു പാട്ടുണ്ട്, ഇസ് ബസാറുമേ മുസാഫിർ എന്ന്. ഇതൊരു ബസാറാണത്രേ. ഈ ബസാറില് നമ്മൾ ഒന്നും സാധനം വാങ്ങിക്കാൻ വരണില്ലെങ്കിൽ, ഒന്നും കൊടുക്കാനും വാങ്ങിക്കാനും ഇല്ലെങ്കിൽ സുഖമായിട്ട് നമ്മൾ പോയില്ലേ. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും, ഇങ്ങനെ പോകുമ്പോ ഈ സത്സംഗം കഴിഞ്ഞ് പോകുമ്പോൾ തോന്നും, ഒരു ദിവസം ഒന്നുമില്ലാതെ ഇവിടെ വന്നിട്ട് കോട്ടമൈതാനത്തില് അവിടെ ഇവിടെ ഈ കടകളോ സാധനം എന്തൊക്കെയാ ആളുകൾ വാങ്ങിക്കണോ ഒക്കെ നോക്കുക, പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, എന്തൊക്കെയോ നടക്കണ്ടേ. ഇന്നലെ പോകുമ്പോൾ കോട്ടമൈതാനത്തിൽ എന്തോ നടക്കണു. നമുക്ക് ഒരു വേവലാതിയും ഇന്ന സ്ഥലത്ത് പോകണമെന്നില്ലെങ്കിൽ എവിടെ വേണമെങ്കിൽ നിൽക്കാലോ, എന്ത് വേണമെങ്കിലും കാണാലോ അല്ലേ. അപ്പോഴാണ് രസം, അപ്പോഴാണ് ആനന്ദം. അതുപോലെയാണ് കുടുംബവും ലോകവ്യവഹാരങ്ങളും ഒക്കെ. ഇതൊരു ബസാറാണെന്ന് അറിഞ്ഞുകൊള്ളുക. ഇവിടെ നാരദൻ ഭാഗവതത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്, ആരൊക്കെ എന്തൊക്കെ പറയുമ്പോൾ തലയാട്ടിക്കൊള്ളുക എന്നാണ്.
അനുമോദേതവൈ ദ്വിജ. അവർ പറയുമ്പോ എന്തൊക്കെ പറയും, അവരെ കുറ്റം പറയും, ഇവര് കുറ്റം പറയും. അപ്പൊ അനുകൂലിക്കരുത് അത്രേ. അവരോട് നിങ്ങൾ പറയണത് ശരിയാണെന്ന് പറയരുത്, തെറ്റാണെന്ന് പറയരുത്, നമ്മളുടെ വക ഒന്നും സപ്ലൈ ചെയ്യരുത്, തലയാട്ടിക്കൊള്ളാം. തലയാട്ടുന്നത് എങ്ങനെ വേണമെങ്കിൽ ആവാലോ അർത്ഥം. തലയാട്ടിക്കൊള്ളാന്നാണ്. ആ ഒരു തല കുലുക്കണ ഒരു ബൊമ്മയല്ലേ ആ ചെട്ടിയാർ ഇരിക്കണത്, അത് വാങ്ങി ഇങ്ങനെ ആട്ടിക്കൊണ്ടേയിരിക്കുമല്ലോ, അതിങ്ങനെ വീട്ടിൽ വാങ്ങി വെച്ചൂടാ. യാതൊന്നിലും ഗൃഹേഷു അതിഥിവദ്വസൻ, അവനവന്റെ വീട്ടിൽ ഗസ്റ്റ് പോലെ ഇരുന്നോളുക എന്ന് പറയണത്. ഒരു ഗസ്റ്റ് വന്നാല് എങ്ങനെ വീട്ടിൽ വന്നാൽ ഒന്നിനും പെടാതെ ഇരിക്കുവോ അതുപോലെ ഇരുന്നുള്ള പല കാര്യങ്ങളും നടക്കും. എല്ലാത്തിൻ്റെ ഉള്ളിലും പങ്കുകൊള്ളുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. പണമൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ രമണ ഭഗവാൻ പറയും, ബാങ്കിലുള്ള കാഷ്യറെ പോലെ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാന്നാണ്. കാഷ്യർക്ക് ഇതൊക്കെ എന്റെയാണെന്ന് തോന്നുമോ? എന്നാ രാവിലെ മുതൽ രാത്രി വരെ പണം കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യണ്ടല്ലേ. ബാങ്കിൽ കാഷ്യർ എന്നാ ഇപ്പൊ ഇതൊക്കെ എന്റെയാണെന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? വൈകുന്നേരം ആകുമ്പോൾ കണക്ക് കൊടുക്കണം. അപ്പൊ അയാൾക്ക് അതൊന്നുമില്ല, എന്നാലും അയാൾ സദാ പണം എണ്ണിക്കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യണ്ട. അതുപോലെ ബാങ്കിലുള്ള കാഷ്യറെ പോലെ കണക്ക് കൊടുക്കുക വാങ്ങുകയൊക്കെ ചെയ്തോളാം. ഈ സാമർഥ്യമൊക്കെ ഒന്ന് വേണം, ഇല്ലെങ്കിൽ നമ്മളെ മായ കമിഴ്ത്തിക്കളയും. യോഗ കർമ്മസു കൗശലം. അപ്പോ ഇതാണ് ഭഗവാൻ പറഞ്ഞ അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ. ഇവിടെ ആരെങ്കിലുമൊക്കെ ജനിക്കും, ആരെങ്കിലുമൊക്കെ മരിക്കും, ഒന്നും ചെയ്യാൻ ഒക്കില്ല നമ്മളെ കൊണ്ട്. എന്ത് ചെയ്യാൻ പറ്റും പറയൂ? ആർക്കൊക്കെയോ വ്യാധി വരും, വിഷമങ്ങൾ വരും, ഒന്നും ചെയ്യാനൊക്കില്ല. ചിലരൊക്കെ എന്നോടൊക്കെ ഒന്ന് പറയും, ഭാഗവതമൊക്കെ കഴിഞ്ഞു സ്വാമി അങ്ങനെയാണ് കുടുംബം. ഞാൻ ഒരിക്കലും പറഞ്ഞു മതിയായിട്ട്, ഞാൻ എന്റെ പ്രശ്നം ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയട്ടെ, ഇരിക്കണോ? നിങ്ങൾ പിന്നെ ഓടിപ്പോകും. അല്ല മാജിക് ഒന്നും ഇല്ല ഇവിടെ, ഒന്നും ഇല്ലാതാക്കാനായിട്ട്. ഇതൊക്കെ സഹിച്ചുള്ള ത്യാഗരാജസ്വാമികൾ ഒരു കീർത്തനത്തിൽ പറഞ്ഞു, രാമ ഞാൻ നേദ്യം തന്നു, നീ വാങ്ങിച്ചു. ഞാൻ കീർത്തനങ്ങളൊക്കെ പാടി, നീ കേട്ടു. ഞാൻ പുഷ്പാർച്ചന ചെയ്തു, നീ സ്വീകരിച്ചു. ഞാൻ ഭക്തിയോടെ തന്നെ ആരാധിച്ചതൊക്കെ നീ സ്വീകരിച്ചു. എന്നിട്ട് എന്റെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പറയുമ്പോ രാമൻ പറഞ്ഞു അത്രേ, സഹിച്ചോളൂ എന്ന് പറഞ്ഞു അത്രേ. ഭാഗവതാഹ ഈദൃശാഹ ഭാഗവത, ഭാഗവതന്മാർക്ക് ഇങ്ങനെയുള്ളവരാണെന്ന് പറഞ്ഞു അത്രേ രാമൻ. ഭാഗവതന്മാരൊക്കെ അങ്ങനെയാണ്. കൃഷ്ണൻ അർജുനനോട് തുടങ്ങുമ്പോൾ തന്നെ പറയണത് അതാണ്, മാത്ര സ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖദുഃഖദാഹ ആഗമാപായിനോ അനിത്യാഹ താൻ സ്ഥിതിക്ഷസ്വ ഭാരത. സഹിച്ചോളാം അർജുന എന്ന്. ഒരുപാട് തണുക്കണു ഭഗവാനേനോ, സഹിച്ചോളാം. ഇതിപ്പോ പറയാൻ ഒരാൾ വേണോ? ഒരു കമ്പിളി കൊണ്ടുവന്ന് കൊടുക്കുക എന്താന്ന് വെച്ചാൽ ശരി, അതല്ല, സഹിച്ചോളാം. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താ വിലാപരഹിതം സാ തിതിക്ഷാ നിഗദ്യത്തെ. അതിനുള്ള ശക്തി നമ്മളുടെ ഉള്ളിലുണ്ട്. നോക്കൂ, കാനഡ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ തണുപ്പൊക്കെ 0 ഡിഗ്രിക്ക് ചോട്ടൽ 40-50 ഒക്കെയാണ്. നമുക്കിവിടെ ഒരു 25-30 തന്നെ നമുക്ക് ഭയങ്കര തണുപ്പാണ് അല്ലേ. 25-20 ഒക്കെ ആയിക്കഴിഞ്ഞാൽ എന്തൊരു തണുപ്പാണ്. 0 ചുവട്ടിൽ 30. അവിടെയും ഇവിടുത്തെ ആളുകൾ അവിടെ പോയി താമസിച്ച് കുറെ ദിവസം കഴിയുമ്പോൾ യോഗവൈഷ്ട്യമൊക്കെ ഇട്ടിട്ടാ പോണത്. സ്വെറ്ററൊന്നുമില്ലാതെ അവിടെ ചെന്നിട്ട് ഉത്സവം നടത്തുക, സപ്താഹം നടത്തുക, പൂജ നടത്തുക, അത്യാവശ്യം നല്ല തണുപ്പിലൊക്കെ തന്നെ. വലിയ വിഷമൊന്നും. എന്താന്ന് വെച്ചാൽ ശക്തി നമ്മളുടെ ഉള്ളിലുണ്ട്. അതാണ് ഭഗവാൻ തിതിക്ഷസ്വ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ സർവജ്ഞ, ഉള്ളിലുള്ള ആള് പൂർണ്ണനാണ്. കൊടും ചൂടിന്റെ ഉള്ളിലും നിങ്ങൾ പോയി ഇരുന്നാൽ അക്കസ്റ്റംഡ് ആകാൻ തയ്യാറായാൽ അക്കസ്റ്റംഡ് ആവും. കൊടും തണുപ്പിലും നിങ്ങൾ പോയിട്ട് അക്ലമറ്റൈസ് ആവണം തീരുമാനിച്ചാൽ അക്ലമറ്റൈസ് ആവും. അതേപോലെ തീരാത്ത ദുഃഖത്തിന്റെ നടുവിലും അത് വിഴുങ്ങാൻ അങ്ങോട്ട് തീരുമാനിച്ചാൽ വിഴുങ്ങിക്കളയും. നിങ്ങൾ അഗസ്ത്യന്മാരാണ് എല്ലാവരും. വിഴുങ്ങണം നിങ്ങൾ തീരുമാനിച്ച് വിഴുങ്ങിക്കളയും. പലപ്പോഴും അങ്ങനെയാണ്. പലരും കാണുമ്പോൾ നമുക്ക് തോന്നും ഈ ദുഃഖം ഇവരെങ്ങനെ തരണം ചെയ്യും തോന്നും. കുറെ കഴിയുമ്പോൾ അത് വിഴുങ്ങി ശ്രിതമാക്കി അവരും ചിരിക്കും, അവരും സന്തോഷമായിട്ടിരിക്കും, അവരും സത്സംഗത്തിലേക്ക് വരും, അവരും ഭക്തിയിലേക്ക് തിരിയും. വേദാന്തത്തിന്റെ വലിയ പ്രയോജനം എന്താന്ന് വെച്ചാൽ ദുഃഖത്തിനെ വരുമ്പോ ഇല്ലാതാക്കാൻ ജ്ഞാനികൾ, ജീവൻ മുക്തന്മാർ, ബ്രഹ്മനിഷ്ഠന്മാർ, വൈരാഗ്യപുരുഷന്മാർക്ക് ഇല്ലാതാവും. പക്ഷേ നിങ്ങൾ സത്സംഗത്തിൽ ഇരുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ദുഃഖം വരുമ്പോൾ നിങ്ങൾ ബാധിക്കാതിരിക്കുന്നു ഞാൻ പറയുന്നില്ല.
സത്സംഗം കിട്ടിയിട്ടുള്ളവർക്കും ദുഃഖം വരുമ്പോൾ നിങ്ങളും കരയും, നിങ്ങളും വിഷമിക്കും. പക്ഷെ അത് കഴിയും തോറും, ഓരോ ദുഃഖം കഴിയും തോറും നിങ്ങൾക്ക് ഈ സത്സംഗത്തിൽ ശ്രവണം ചെയ്തതൊക്കെ എത്ര സത്യമാണെന്ന് അറിയുകയും കൂടുതൽ കൂടുതൽ നിങ്ങളുടെ ആലംബം ഭഗവാനിലാവുകയും ചെയ്യും. ലൗകിക മനുഷ്യനും ദുഃഖിക്കും, കരയും, അല്ലേ? കരയാതിരിക്കുക എന്ന് പറയുന്നത് വലിയ ജ്ഞാനത്തിന്റെ ലക്ഷണമൊന്നുമല്ല. ചില കഠിന ഹൃദയന്മാരുണ്ട്, അവരെ ഒന്നും ബാധിക്കില്ല. അതുകൊണ്ട് അവരൊക്കെ ജ്ഞാനികളാണെന്ന് അർത്ഥാണോ? അതൊന്നുമല്ല. പക്ഷെ അവര് കരയോ കരയാതിരിക്കുകയോ ചെയ്യും. ആ അനുഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ സത്സംഗമൊന്നുമില്ല. പിന്നെയും അവർ പഴയ പോലെ സിനിമ, പഴയ പോലെ ലൗകിക പ്രവൃത്തികൾ, വ്യവഹാരങ്ങൾ, പഴയ ചളിവെള്ളത്തിലേക്ക് തന്നെ ഇറങ്ങും. കഴിഞ്ഞു കഴിയുമ്പോഴാണ് വ്യത്യാസം അറിയുക. ഈ ദുഃഖം വന്നിട്ട് പോയി കഴിയുമ്പോഴാണ് ഇതിന്റെ ഇമ്പാക്ട്, വേദാന്ത വിജ്ഞാനത്തിന്റെ ഇമ്പാക്ട് അറിയുക. അത് വരുമ്പോൾ ചിലപ്പോൾ രണ്ടുപേരും തുല്യമായിട്ട് കരയും. ആ വന്നു പോയി കഴിയുമ്പോ ഈ വിജ്ഞാനമുള്ളവൻ വേദാന്ത വിജ്ഞാനത്തിന് ഇനി മേൽക്കുമേൽ ദൃഢമാക്കാൻ പ്രയത്നിക്കുകയും ഭക്തി, ജ്ഞാനം, വൈരാഗ്യം, നിത്യാനുഷ്ഠാനങ്ങള്, സാധനകള്, ഇതിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യും. ഈ സത്സംഗം കിട്ടാത്തവൻ ആ ദുഃഖം വരുമ്പോൾ അയാളും കുറെ കരയും. കരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്നെയും പഴയ പോലെ ചളിവെള്ളത്തിലേക്ക് തന്നെ ഇറങ്ങും. കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഇതിന്റെ വ്യത്യാസം അറിയാം. ഇത് നല്ലവണ്ണം നമ്മളുടെ ജ്ഞാനത്തിന് വീര്യമുണ്ടെങ്കിൽ എന്തു വന്നാലും ബാധിക്കില്ല. ഏറ്റവും വലിയ ദുഃഖം വന്നാലും, തീവ്രമായ ദുഃഖം വന്നാലും, ദുഃഖേഷു അനുദ്വിഗ്നമനാഹ സുഖേഷു വിഗതസ്പൃഹ വീതരാഗഭയക്രോധ സ്ഥിതധീഹി മുനിരുച്യത്തെ. അവൻ മുനിയാണ്, അവൻ സ്ഥിതപ്രജ്ഞനാണ്, അവൻ മുനിയാണ്. ആ മുനിയുടെ കാര്യം വരെ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നീയൊക്കെ മുനിയായിട്ട് തീരൂ അർജുന. ഈ സംസാരവൃക്ഷത്തിന്റെ സ്വരൂപം അറിഞ്ഞ് അസംഗശസ്ത്രം കൊണ്ട് നല്ലവണ്ണം ഛേദിച്ച്, ഏനം അശ്വത്ഥം യഥോക്തം സുവിരൂഢമൂലം സുഷ്ടു വിരൂഢാനി വിരോഹം ഗതാനി മൂലാനി യസ്യ തം ഏനം അസംഗ പുത്രവിത്ത ലോകേഷണാദിഭ്യോ വ്യുത്ഥാനം. പരിവ്രജനം എന്നുള്ളതിന് ബൃഹദാരണ്യക ഭാഷ്യത്തിൽ പറയണത് ഏഷണാദിഭ്യോ വ്യുത്ഥാനമേവ പ്രവ്രജനം ന ദേശാന്തരാട്ടനം എന്നാണ്. ഇവിടെ അവിടെയൊക്കെ പരിവ്രാജകൻ എന്ന് പറഞ്ഞ ആളുകൾ നാട് ചുറ്റുന്ന ആളുകൾ എന്നാണ് ധരിക്കണത്. ആത്മജ്ഞാനം കൊണ്ട് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവനെ പോലെ ശരീരാദികളൊന്നും ഞാനല്ല, ഞാൻ ആത്മാവാണ്, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായ സത്യമാണെന്നുള്ള അനുഭവം ഉണ്ടല്ലോ, ആ അനുഭവമാണ് പ്രവ്രജനം, വ്യുത്ഥാനം എന്ന് പറയുന്നത്. ആ വ്യുത്ഥാനമാണ് ഇവിടെ അർത്ഥാക്കണത്. ആ വ്യുത്ഥാനം ഉണ്ടായി തേന അസംഗശസ്ത്രേണ പരമാത്മാഭിമുഖ്യ നിശ്ചയ ദൃഢീകൃതേന. അതായത് ലോകത്തിൽ കുറെ ദുഃഖം വിഷമമൊക്കെ അനുഭവിച്ചപ്പോ തീരുമാനിച്ചു, ഇനി ഭക്തിയേ ഉള്ളൂ, എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, ഇനി ഭഗവത് ഭജനം, വേറെ ഒന്നുമില്ല. ഇനി ഭഗവത് ധ്യാനം, ഭഗവത് ഭജനം, ഭഗവത് നാമസങ്കീർത്തനം ചെയ്യലും, ഭഗവാനെ ധ്യാനിക്കലും, ഭഗവത് ഭക്തി ചെയ്യലും, വേദാന്ത വിചാരം ചെയ്യലും, ആത്മധ്യാനം ചെയ്യലും അല്ലാതെ ഇനി എനിക്ക് ജീവിതത്തിൽ ഒരു കർത്തവ്യമില്ല. പ്രാരബ്ധം എന്താ നടക്കണമെന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന് നിശ്ചയം ചെയ്യുക. അങ്ങനെ ദൃഢീകൃതേന പുനഃ പുനഃ വിവേകാഭ്യാസ അശ്മനിശിതേന, വിവേകം എന്ന് പറയുന്ന വിവേകാഭ്യാസം കൊണ്ട് വീണ്ടും വീണ്ടും ലോകത്തിലുള്ള ദുഃഖങ്ങളൊക്കെ തീരുമാനിച്ച് നിശ്ചയിച്ച് നല്ലവണ്ണം കല്ലുപോലെ ദൃഢാക്കി, കല്ലിലിട്ട് കത്തി അങ്ങനെ മൂർച്ച കൂട്ടില്ലേ, അതുപോലെ ഈ വിവേകമാവുന്ന വാള് ജീവിതാനുഭവങ്ങളിലിട്ട് മൂർച്ചയുണ്ടാക്കി അവസാനം സംസാരവൃക്ഷം സബീജം ഉദ്ധൃത്യ, ഈ സംസാരമാവുന്ന വൃക്ഷത്തിനെ വേരിൽ തീ വെക്കണം എന്നാണ്. അത് വേര് കത്തിച്ച് കളയണത്രേ. ഇതാണ് യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠൻ പറഞ്ഞു, ഹേ അർജുന, രാമസ്വാത്മവിചാരോയം കോഹം സ്യാമിതി രൂപകഃ ചിത്ത ദുർദ്രുമ ബീജസ്യ ദഹനേ ദഹനസ്മൃതഃ. ഹേ രാമ, ഈ ഞാൻ ആര് എന്നുള്ള ഈ വിചാരം ഉണ്ടല്ലോ, ചിത്തമാകുന്ന വിഷവൃക്ഷത്തിന്റെ ബീജത്തിനെ എരിച്ചു കളയുന്ന അഗ്നിയാണ്.
അതുകൊണ്ട് ഹേ രാമ, ഞാൻ ആര് എന്ന് വിചാരം ചെയ്യൂ എന്ന് പറയണ വസിഷ്ഠൻ. അപ്പോ ആത്മവിചാരമാകുന്ന വാളുകൊണ്ട് ഈ വേര് മുറിച്ചു കളയാം. ആത്മവിചാരം കൊണ്ട് തതഃപദം തത് പരിമാർഗിതവ്യം, പരിമാർഗണം ചെയ്യാം, അന്വേഷിക്കാം. എന്തിനാന്ന് വെച്ചാൽ തത്പദം, ആ പരമപദം, ആ പദത്തിന്റെ സ്വഭാവം എന്താന്ന് വെച്ചാൽ ന നിവർത്തന്തി ഭൂയഃ, വീണ്ടും പുനരപി ജനനം പുനരപി മരണം എന്ന് തിരിച്ച് വരില്ല. അതാണ് അതിന്റെ സ്വഭാവം. സത്യം അറിഞ്ഞു കഴിഞ്ഞവന്റെ അവൻ മനസ്സ് തന്നെ ആത്മാവില് ലീനമായി, അഥവാ മനസ്സ് ആത്മാവിൽ നിന്ന് അന്യമല്ല എന്ന് അറിഞ്ഞു. അതുകൊണ്ട് അവന് മനസ്സിന്റെ സ്വഭാവമായി പോക്കുവരവ് ഇല്ല. അവന് ജീവാഹന്ത ഉണ്മയല്ലാതെ പോയി. സ്വരൂപനിഷ്ഠനായി മഹാവാക്യജ്ഞാനം അവന്റെ ഹൃദയത്തിൽ പ്രകാശിച്ചതോടുകൂടെ നിവർത്തന്തി ഭൂയ, പുനർജനനം അവന് ഇല്ല. തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യതഃ പ്രവൃത്തി പ്രസൃതാ പുരാണി. ആ പുരുഷൻ യസ്മാത് പുരുഷാത് സംസാരമായാവൃക്ഷ പ്രവൃത്തി പ്രസൃത ഐന്ദ്രജാലികാദിവമായ പുരാണി ചിരന്തനി. ഏതൊരു പരമപുരുഷനിൽ നിന്നാണോ ഇന്ദ്രജാലക്കാരനിൽ നിന്നും ഇന്ദ്രജാലം എന്ന വണ്ണം ഈ മായ ഉണ്ടാവണത്. മാജിക് കാണിക്കണ ആളെ പിടിച്ചാൽ മാജിക് അവസാനിക്കും അല്ലേ? മജീഷ്യനെ ചെന്ന് പിടിച്ചാൽ മാജിക് അവസാനിക്കും. നമ്മൾക്ക് മാജിക് ഷോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ദ്രജാല പ്രകടനം, പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു ഇന്ദ്രജാലം, നമ്മളുടെ ജീവിതം എന്ന് പറയുന്ന ഒരു ഇന്ദ്രജാലം. ആ ഇന്ദ്രജാലം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. ഒരു വിത്തിൽ നിന്നും വൃക്ഷം വരണ പോലെ ബീജസ്യാന്തരിവങ്കുരോ ജഗതിദം പ്രാങ് നിർവികൽപം പുനഃ മായാകൽപ്പിത ദേശകാലകലനാ വൈചിത്ര്യ ചിത്രീകൃതം മായാവീവ വിജൃംഭയത്യപി മഹായോഗീവയ സ്വേച്ഛയാ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ബീജസ്യാന്തരിവാങ്കുരോ ജഗതിദം പ്രാങ് നിർവികൽപം പുനഃ മായാകൽപ്പിത ദേശകാലകലനാ വൈചിത്ര്യ ചിത്രീകൃതം. വിചിത്രമായി ചിത്രീകരിക്കുകയാണ്. ഒരു ബീജത്തിന്റെ ഉള്ളിൽ വലിയ വൃക്ഷം എന്ന വണ്ണം ഈ പ്രപഞ്ചം മുഴുവനും ആത്മാവില് ലീനമായിട്ടിരിക്കുന്നു. അതിൽ നിന്ന് ഇതെങ്ങനെ പൊന്തി വന്നു? ഒരു മിസ്റ്ററി, അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. സ്വപ്നം എങ്ങനെ കണ്ടു അല്ലേ? തനിയെ കിടക്കണു റൂമില്. സ്വപ്നത്തിൽ എന്തൊക്കെയാ കാണുന്നത്? ഹിമാലയത്തിൽ പോയതായിട്ടും കേദാർനാഥ് പോയതായിട്ടും ബദ്രീനാഥ് പോയതായിട്ടും കൈലാസയാത്ര പോയതായിട്ടും ഒക്കെ സ്വപ്നം കാണുന്നു. നേരം വെളിച്ചായി എഴുന്നേക്കുമ്പോൾ എഴുന്നേക്കാനേ വയ്യ, നടക്കാനേ വയ്യ. സ്വപ്നത്തിലെ ഫ്രീ, ഒരു ബുദ്ധിമുട്ടില്ല. 1 ലക്ഷം 1.25 ലക്ഷം ഒന്നും കൊടുക്കണ്ട, കൈലാസ യാത്രയൊക്കെ പോയിട്ട് വരാം. തണുപ്പില്ല, ഒരു ബുദ്ധിമുട്ടില്ല, വളരെയധികം ഇല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് പലപ്പോഴും ഈ സ്വപ്നം ഭാവനാലോകമുണ്ടല്ലോ, ഈ ജാഗ്രത്തിനേക്കാളും സുഖകരവും കൂടുതൽ ഇഫക്റ്റീവും ഇതിനേക്കാളും സത്യവുമാണ്. അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലേ? നമ്മൾ പറയണത് സ്വപ്നം ഇതിനേക്കാളും സത്യം എങ്ങനെ ആവാൻ പറ്റുന്നു? അതിപ്പോ അവസാനിച്ചു പോകും, ഇതും അവസാനിച്ചു പോകും. ഇത് കുറച്ചു കാലം കൂടെ നിന്നിട്ട് അവസാനിച്ചു പോകും അല്ലേ? ഇതിപ്പോ അവസാനിക്കില്ലേ? ഇതിപ്പോ അനുഭവപ്പെടുന്നുണ്ട്. ഇതിപ്പോ ഇന്നത്തെ അനുഭവം നാളെ ഇല്ലല്ലോ. ഇതും അതേപോലെ തന്നെ സ്വപ്നം, ഇന്നലത്തെ സ്വപ്നം ഇന്നില്ലാത്തതുപോലെ ഇന്നലത്തെ അനുഭവം ഇന്ന് എന്ത് വിചാരിച്ചാലും നിങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല. പറ്റുമോ? ഇന്നലത്തെ കഴിഞ്ഞു, ഇന്നലത്തോടെ കഴിഞ്ഞു. അതേപോലെ സ്വപ്നം കാണുമ്പോൾ സ്വപ്നം നല്ലതാ. ഭാവനാമണ്ഡലത്തിലുള്ള സുഖം, ഭാവനയില് ഭഗവാനെ ധ്യാനിക്കണോ, നല്ല സുഖമുണ്ട്, അത് സത്യമല്ലേ? ആലോചിച്ചു നോക്കാം, സത്യമല്ലേ ഇത്? നിങ്ങളെയൊക്കെ ഞാൻ പുറത്ത് കാണുന്നു, എനിക്ക് ഒരു അനുഭവമില്ല. നിങ്ങൾ കാണുന്നു എന്നല്ലാതെ അതൊന്നും എൻ്റെ ഉള്ളില് ഡീപ്പ് ഇമ്പാക്റ്റ് ഇല്ല. അതേത് ഞാൻ കണ്ണടച്ചിരുന്ന് ഭഗവത് സ്വരൂപത്തിനെ ഒരു രൂപത്തിൽ ധ്യാനിക്കുമ്പോൾ ഉണ്ടാവുന്ന ആനന്ദം, അത് റിയൽ അല്ല എന്ന് പറയണതിൽ എന്ത് യുക്തിയാ ഉള്ളത്?
It is more real than seeing you. സത്യം എന്ന് പറയുന്നത് ഇമ്പാക്ട് വെച്ചിട്ടാണ് അളക്കേണ്ടത്. സത്യം എന്നുള്ളത് പ്രതിഭാസം വെച്ചിട്ടല്ല അളക്കേണ്ടത്, അതിന് ഉണ്ടാവുന്ന ഇഫക്റ്റ് വെച്ചിട്ടാണ് അളക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളെ കാണുന്നതിനേക്കാളും ഇഫക്റ്റ് എനിക്കൊരു ശിവധ്യാനം ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, നിങ്ങളെയൊക്കെ കാണുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന ശിവൻ സത്യമാണ്. അതെനിക്ക് ആനന്ദം ഉണ്ടാവണു, ശാന്തി ഉണ്ടാവണു. ഇത് നിങ്ങൾക്ക് ആനന്ദം ഉണ്ടാവണതൊന്നും സത്യമല്ല, ശാന്തി ഉണ്ടാവണമെന്നും സത്യമല്ല എന്ന് പറയാൻ പറ്റുമോ? ഭാവന വേണം മനുഷ്യന്, അല്ലേ? ഭാവന ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ആദ്യമായി ആത്മവിദ്യ ഭാവനയിൽ വരണം, പിന്നെ ശാന്തി. ശാന്തി എന്ന് വെച്ചാൽ സമാധി എന്നർത്ഥം. ആദ്യം യോഗം, അതായത് കർമ്മം ശരിയാവണം. കർമ്മം ശരിയായി കഴിഞ്ഞാൽ ഭാവന ശുദ്ധാവും. ഭാവന ശുദ്ധായി കഴിഞ്ഞാൽ ഭാവന ആത്മജ്ഞാനത്തിനെ കുറിച്ച് ഭാവന ചെയ്തു തുടങ്ങും, മുക്തിയെക്കുറിച്ച് ഭാവന ചെയ്തു തുടങ്ങും, ഭഗവാനെക്കുറിച്ച് ഭാവന ചെയ്തു തുടങ്ങും, മഹാപുരുഷന്മാരെക്കുറിച്ച് ഭാവന ചെയ്തു തുടങ്ങും, സമാധി സുഖത്തിനെ ഭാവന ചെയ്തു തുടങ്ങും. അടുത്തപടിയായിട്ട് സമാധി സുഖം വരും. നാസ്തി ബുദ്ധി അയുക്തസ്യ നച അയുക്തസ്യ ഭാവന നച അഭാവയതഃ ശാന്തി അശാന്തസ്യ കുതഃ സുഖം. ആ ശ്ലോകത്തില് വേദം മുഴുവനുണ്ട്. വേദം ആദ്യപടിയായിട്ട് കർമ്മത്തിനെ ശുദ്ധമാക്കാനായിട്ട്, ചിത്തശുദ്ധി തരാനായിട്ട്, ജ്ഞാനമുത്പദ്യതേ പുംസാം ക്ഷയാത് പാപസ്യ കർമ്മണ എന്ന പ്രമാണത്തോടുകൂടെ യോഗത്തിനെ വിധിക്കുകയാണ്. കർമ്മത്തിനെ യോഗമായിട്ട് ചെയ്യണം. അപ്പൊ അതാണ് യോഗം. ആ യോഗമാണ് യുക്തം എന്ന് പറഞ്ഞു ഭഗവാൻ അവിടെ. അങ്ങനെ യുക്തനായിട്ടിരുന്നാൽ അവന്റെ ചിത്തം ശുദ്ധമായിട്ട് മനസ്സുണ്ടല്ലോ വഴിപ്പെട്ട് തന്ന് മംഗളമായ ഭദ്രമായ ഭഗവത് സ്വരൂപധ്യാനത്തിലേക്കോ ആത്മധ്യാനത്തിലേക്കോ അഥവാ സാത്വികമായ ധ്യാനമണ്ഡലങ്ങളിലേക്ക് ഉയർന്നു വരും. സാത്വികമായ ധ്യാനമണ്ഡലത്തിലേക്ക് ഉയർന്നു വരുമ്പോൾ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അരുണോദയം വരുന്ന പോലെ ആത്മാനുഭവത്തിന് മുമ്പ് വരുന്നതാണ് ഈ ഭക്തി. അത് അടുത്ത പടിയായിട്ട് ശാന്തി, പരാം ശാന്തിമുപൈതി. അപ്പോ ഭാവന വേണം. നിങ്ങൾ ഭാവനയൊക്കെ സിനിമയ്ക്കും ടി വിക്കും കൊടുത്താൽ സുഖം ഉണ്ടാവില്ല. ഭാവനയെ ഉപാസനാമണ്ഡലങ്ങളിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ടാണ് വേദത്തിലെ കർമ്മം, വേദത്തിലെ ഉപാസന, ഉപാസനയ്ക്കാണ് വിദ്യ എന്ന് പറയണത്, അവസാനം ജ്ഞാനം. കർമ്മം, ഉപാസന, ജ്ഞാനം സമഗ്രാണ് വേദാർത്ഥം. കർമ്മം എന്തിനാന്ന് വെച്ചാൽ ഒരു ലക്കിൻ ലഗാനും ഇല്ലാതെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ വിഹിത കർമ്മത്തിലേക്ക് കൊണ്ടുവരികയും അത് ഫലേച്ഛയില്ലാതെ ഭഗവതർപ്പണമായിട്ട് ചെയ്യുകയും ചിത്തം ശുദ്ധമാവുകയും ശുദ്ധമായ ചിത്തത്തിനെ ഏകാഗ്രമായി ഉപാസനാവിഷയത്തില് പ്രവേശിപ്പിക്കുകയും ഉപാസനാവിഷയത്തില് ധ്യാനത്തില് ഭഗവൻ നാമ ജപത്തില് രൂപധ്യാനത്തിലൊക്കെ നിഷ്ഠായി കഴിഞ്ഞാൽ പതുക്കെ 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 മംഗളമായ സാത്വികമായ ഭാവനാമണ്ഡലത്തിൽ വ്യാപാരം ഉണ്ടാവും ചിത്തത്തിന്. അങ്ങനെ വ്യാപരിക്കുമ്പോൾ എന്താവും? എന്റെ ഭാര്യ, എന്റെ കുട്ടികള്, എന്റെ കുടുംബം, എന്റെ വ്യവഹാരങ്ങൾ, ഇതൊക്കെ പതുക്കെ പതുക്കെ, അല്ലെങ്കിൽ ഇതിലൊക്കെ വ്യാപരിക്കുവേ ചിത്തം. നിങ്ങൾ എന്ത് വേദാന്തമൊക്കെ അറിഞ്ഞാലും ചിത്തം ഇതിൽ വ്യാപരിക്കുമ്പോൾ നിങ്ങളുടെ വേദാന്തമൊന്നും നിങ്ങൾക്ക് സുഖം തരില്ല. നിങ്ങൾ എന്ത് യുക്തി കൊണ്ട് മനസ്സിലാക്കിയാലും അതെ, ചിത്തം പിന്നെയും ഞാനെന്നും എന്റെ കുടുംബം എന്നും എന്റെ സ്വത്ത് എന്നും എന്റെ ജീവിതം എന്നും ഒക്കെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം സമാധി സുഖമില്ല. അപ്പൊ അറിയണ വേദാന്തൊക്കെ ഒരു വശത്ത് നിൽക്കും. പിന്നീട് ആസീനഹ സംവിശന് തിഷ്ടന് ശയാനഹ പ്രഭിബൻ ബ്രുവന് വ്യവഹാരം നടന്നുകൊണ്ടിരിക്കും. അല്ലേ? ഉലകരുറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും വിലമതിയാതെ വിളക്ക് ഉദിക്കയും പിൻ പൊലികയുമില്ലിത് കണ്ടുപോയിടേണം. ഇന്നലെ പറഞ്ഞു കണ്ടുപോയിടണം എന്ന് പറഞ്ഞു, അല്ലേ? അത് മുഴുവൻ അങ്ങോട്ട് പറഞ്ഞില്ല. ഉലകർ ഉറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും, ഇതാണ് സംസാരം. ഇതില് നിങ്ങളുടെ ഈ വൃക്ഷം അവസാനിച്ചു. ഉലകർ ഉറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും. ഉറങ്ങി എന്ന് വെച്ചാൽ സുഷുപ്തി, ചിന്ത ചെയ്യുന്ന വെച്ചാൽ സ്വപ്നം, ഉണർന്നതെന്ന് വെച്ചാൽ ജാഗ്രത. ഉലകർ ഉറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും
പലതും ഇതൊക്കെയും ഉറ്റുപാർത്ത് നിൽക്കും വിലമതിയാതെ വിളക്ക്. ഇതിന് പുറകില് വിലമതിക്കാൻ വയ്യാത്തൊരു വിളക്കുണ്ടെന്നാണ്. ആ വിളക്ക് ഉദിക്കയും പിൻ പൊലികയുമില്ലിത് കണ്ടുപോയിടണം. ആ വിളക്കിനെ കണ്ടിട്ട് വേണം ഇവിടുന്ന് പോവാന്നാണ്. അത് കണ്ടില്ല. നമ്മൾ ഉണരുകയോ ഉറങ്ങുകയോ ചിന്ത ചെയ്യുകയോ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളിൽ സംസാരം എന്നുള്ളതുണ്ട്. അപ്പോ അതിനു പുറകില് ഇതുകൊണ്ട് ബാധിക്കപ്പെടാതെ നിൽക്കുന്ന വിളക്കുണ്ടല്ലോ, ഇന്ദ്രജാലമാണ് ഈ ജാഗ്രതയും സ്വപ്നവും സുഷുപ്തിയും. ആ ഇന്ദ്രജാലകത്തിന് പുറകില് ഒരു പരമപുരുഷൻ നിൽക്കണം. ആ പരമപുരുഷനെ, ഭഗവാനെ, അന്തര്യാമിയെ ആദ്യം മനസ്സുകൊണ്ട് ഭാവന ചെയ്തു, ധ്യാനിച്ചു. ആ ഭഗവാന് പ്രപത്തി ചെയ്തു. തമേവച്ച ആദ്യം പുരുഷം പ്രപദ്യേ. ആ പരമപുരുഷനെ ഞാനിതാ പ്രപത്തി ചെയ്യുന്നു. ഗീതയിൽ അവസാനവും ഭഗവാൻ പറഞ്ഞത് ഈശ്വര സർവഭൂതാനാം ഹൃദയേ അർജുന തിഷ്ഠതി. ഇപ്പൊ നമ്മള് ഈ സംസാരം, വൃക്ഷം, കുടുംബം, കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇതൊക്കെ കുറെ കഴിയുമ്പോ എന്താ അറിയോ, നമ്മള് അവസാനം മതിയായിട്ട് എന്ത് പറയുന്ന വെച്ചാൽ ഭഗവാൻ ഇതാ ഞാൻ ഈ അങ്ങോട്ട് അർപ്പിക്കണം, എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളുന്നു. അത് വരുമ്പോ രക്ഷപ്പെട്ടു. അതുവരെയ്ക്കാണ് ഈ ചക്രശ്വാസം വലിപ്പിക്കുന്നത്. പലവിധ വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ അറിയാം, അന്തര്യാമിയായി അഭിജ്ഞാത സഖാവായി പുറകിൽ ഒരാളുണ്ട്. അതാണ് മറ്റേ കിളി. സംസാര വൃക്ഷത്തിൽ 2 കിളി ഇരിക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ. ചോട്ടിലുള്ള കിളിയാണ് നമ്മൾ സുഖം ദുഃഖമൊക്കെ അനുഭവിക്കുന്നത്. ഇതിന് സാക്ഷിയായിട്ട് സുഖദുഃഖങ്ങളൊന്നും അനുഭവിക്കാതെ ഒരു കിളി ഇരിക്കുന്നുണ്ട്. ആ കിളിയെ കണ്ടതോടെ ജുഷ്ടം യഥാ പശ്യത്യന്യമീശം തസ്യ മഹിമാനമിതി വീതശോക. ശ്രുതി പറയണത് അവന്റെ പാടെന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തിട്ട് മിണ്ടാതിരുന്നു അത്രേ. അവന് തന്റെ വൈഭവം, എനിക്കൊന്നും മഹിമയില്ല, എനിക്കൊന്നും യോഗ്യതയില്ല, ഒക്കെ ഭഗവാന്റെയാണ്, അന്തര്യാമയായ സർവേശ്വരന്റെ ആണെന്ന് അറിഞ്ഞ് നാഹം നാഹം എന്ന് പറഞ്ഞ് അടങ്ങി. അഹം അടങ്ങി. ആ നാൻ ഉദിയാതെ ഉള്ള നിലൈ നാം അതുവായി ഉള്ള നിലൈ. നാൻ ഉദിയാതെ ഉള്ള നിലൈ നാം അതുവായി ഉള്ള നിലൈ. ഞാൻ ഉദിക്കാത്ത സ്ഥിതിയാണ് പ്രപത്തി എന്ന് പറയണതേ. ആ പ്രപത്തി എപ്പോ വരും? അന്തര്യാമിയായ ഭഗവാനെ കാണും. ഭഗവാന്റെ സ്വരൂപം എന്താ? ഭഗവാനാണ് നമ്മളുടെ യഥാർത്ഥ സ്വരൂപം. അച്ഛനുമാണ്, അമ്മയുമാണ്. ഗതിർ ഭർത്ത പ്രഭു സാക്ഷി പിതാഹമസ്യ ജഗതഃ മാതാ ധാത പിതാമഹ വേദ്യം പവിത്രം ഓംകാര ഋക്സാമ യജുരേവച. ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജം അവ്യയം. അന്തര്യാമിയായ പ്രഭുവിനെ, ഭഗവാനെ, പ്രേമസ്വരൂപനെ, കാരുണ്യസ്വരൂപനെ ഒരു സമ്പർക്കം ഹൃദയത്തിൽ ഉണ്ടാവുന്നതിനാണ് സമാധി എന്ന് പേര്. അങ്ങനെ ഒരു മഹാമണ്ഡലത്തിനെ നമ്മൾ കാണുന്നു. നമ്മളുടെ ഈ യുക്തിചിന്തയുടെ മണ്ഡലങ്ങളൊക്കെ കടന്ന്, ശാസ്ത്രത്തിന്റെ മണ്ഡലങ്ങളൊക്കെ കടന്ന്, എല്ലാത്തിനും അപ്പുറം പോയി പരമകാരണമായ ഒരു പൂർണ്ണവസ്തു, യസ് സർവജ്ഞഃ യസ് സർവവിത്ത് യസ്യ ജ്ഞാനമയം തവഃ ദിവ്യേ ബ്രഹ്മപുരേ ഹ്യേഷ വ്യോമ്ന്യാത്മാ പ്രതിഷ്ഠിതഃ മനോമയ പ്രാണശരീരനേതാ പ്രതിഷ്ഠിതോന്നേ ഹൃദയം സന്നിധായ തദ്വിജ്ഞാനേന പരിപശ്യന്തി ധീരാഃ ആനന്ദരൂപം അമൃതം യദ്വിഭാതി. ആ പരമപുരുഷൻ ആനന്ദസ്വരൂപനായി, അമൃതസ്വരൂപനായി ഹൃദയത്തില് പ്രകാശിക്കണം. അവൻ സർവജ്ഞനാണ്, സർവവിത്താണ്. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെ ഹൃദയത്തിൽ സാക്ഷാത്തായിട്ട് അറിയുമ്പോൾ നമുക്ക് പ്രപത്തി ഉണ്ടാവും. ആ ഭഗവാന്റെ ഒരു കളി, ക്രീഡ മാത്രമാണ് ഈ പ്രപഞ്ചം, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ അറിയുമ്പോൾ നമുക്കതിലുള്ള സീരിയസ്നെസ് അങ്ങോട്ട് പോയി. ഈശ്വരന്റെ മടിത്തട്ടിലിരിക്കണവന് അമ്മയുടെ മടിയിലിരിക്കുന്ന കുട്ടിക്ക് തന്നെ എന്തൊരു ധൈര്യ അല്ലേ? അതുപോലെ ഈ പ്രപഞ്ചത്തിന് പുറകിലിരിക്കുന്ന പരമകാരണം അതൊരു കെമിസ്ട്രിയിലുള്ള ഒരു ഹൈഡ്രജൻ ഓക്സിജൻ പോലെ ഒരു കെമിക്കലൊന്നുമല്ല. നിങ്ങളിൽ തന്നെ മാതൃത്വവും പിതൃത്വവും ഒക്കെ ഇരിക്കുമ്പോൾ, നിങ്ങളിൽ തന്നെ നിങ്ങൾ റീഫൈൻഡ് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഇത്ര കണ്ടൊക്കെ ഒരു അൻപ് ഉണ്ടാവുമ്പോൾ,
പ്രിയം ഉണ്ടാവുമ്പോ, ത്യാഗം ഉണ്ടാവുമ്പോ, ഇതിന്റെ മൂലമായ പൊരുള് ഈ കാരുണ്യത്തിന്റെ കടലല്ലാതെ പിന്നെ എന്തായിട്ടിരിക്കാൻ പറ്റും പറയൂ? സംരക്ഷണ ശക്തിയുള്ളതല്ലാതെ പിന്നെ എങ്ങനെ ഇരിക്കാൻ പറ്റും എന്ന് പറയും. അപ്പൊ ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഈശ്വര എന്ന് പറയണത് അല്ലേ? ഗർഭത്തിൽ കിടക്കുന്ന ശിശുവിന് വേണ്ട സംരക്ഷണമൊക്കെ കൊടുത്തു. ഗർഭത്തിൽ നിന്ന് വന്ന ഉടനെ അമ്മയ്ക്ക് പാല് കൊടുത്തു. എന്തൊരു കാരുണ്യമാണ്. എന്നിട്ടാണ് നമ്മൾ പറയണത് നമ്മുടെ കാര്യം തനിക്ക് താനും പെരയ്ക്ക് തൂണും എന്നൊക്കെ പറയണത്. എന്ത് താന് എന്ത് തൂണ്? എന്തെങ്കിലുമൊക്കെ നിൽക്കുമോ? ലോകത്രയപുര മൂലസ്തംഭം. ഒരു മൂലസ്തംഭമേ ഉള്ളൂ, ഈശ്വരനാണ്, ഭഗവാനാണ്. അന്തര്യാമിയായി അമ്മയും അപ്പനുമായി എന്നെയാക്കി അളിത്ത് ഇഭൂമിയിൽ അമ്മഹിമായെ ആഴ്ന്നിടും മുൻ എൻ മനം മന്നി ഇഴുത്തുൻ പദത്തിലിരുത്തിനയാൽ ചിന്മയനാം അരുണാചല നിൻ അരുൾ ചിത്രമെന്നേ. രമണ ഭഗവാൻ, ജീവൻ മുക്തനായ ഭഗവാൻ പറയണു, അമ്മയും അപ്പനുമായി എന്റെ പുറകെ നിന്ന് എന്നെ സംരക്ഷിച്ച് എന്നെ പൂർണ്ണമാക്കി തന്റെ സ്വരൂപപദത്തിൽ ഇരുത്തിയല്ലോ. അപ്പൊ ആ അന്തര്യാമിയായ ആ കടൽ, കരുണയുടെ ആ കടൽ, പ്രേമത്തിന്റെ ആ കടൽ, പൂർണ്ണത്വത്തിന്റെ ആ കടൽ, അതിനൊന്ന് ചെന്ന് സ്പർശിച്ചു കഴിയുമ്പോൾ വിശ്രാന്തനാവും. ഇതിനാണോ ഇപ്പൊ ഞാൻ ഇത്രയൊക്കെ പേടിച്ചതെന്ന് തോന്നും. അപ്പോഴാണ് ഭാഗവതം പറയുന്നത് ലോകം രാസലീലയാണെന്ന് അറിയൂത്രേ. ഈശ്വരന്റെ രാസലീലയാണ് പ്രപഞ്ചമെന്ന്. സ്ഥിത്യുദ്ഭവ പ്രളയഹേതു, ഇതൊക്കെ തന്നെ ചെയ്യണത് അവനാണ്. ഇത് ജ്ഞാനുണ്ടായ ആൾക്ക് ബുദ്ധിയിലുള്ള അജ്ഞാനം അങ്ങോട്ട് പോയി കഴിയുമ്പോ സ്വരൂപ ശശ്വത് സ്വരൂപ മഹസൈവ നിപീത ഭേദമോഹായ ബോധധിഷണായ നമഃപരസ്മൈ വിശ്വോദ്ഭവസ്ഥിതി ലയേഷു നിമിത്ത ലീലാരാസായതേ നമ ഇദം ചക്രുമേശ്വരായ. സൃഷ്ടിസ്ഥിതി സംഹാരാദിയൊക്കെ ലീലാരാസമാണ് ഭഗവാന്റെ. ജീവിത അനുഭവങ്ങളൊന്നും നമ്മളൊന്നുമല്ല ചെയ്യണത്, സർവേശ്വരന്റെ കയ്യിൽ നമ്മളൊക്കെ കളിപ്പാട്ടങ്ങളാണ്. ഈശസ്യ ഹി വശേ ലോകഃ യോഷാദാരുമയീ യഥ എന്ന് അറിഞ്ഞ് ആ ഭഗവത് ധ്യാനം ഹൃദയത്തില് കുടിയേറിക്കഴിയുമ്പോ ജീവിതം സഫലമായി ആനന്ദത്തിന്റെ ഉറവിടത്തിനെ നമ്മൾ കണ്ടെത്തിയിരിക്കണു. അപ്പൊ ആസ്വാദ്യമായിട്ട് തീരണു. അല്പാൽപമായി വന്നുപോകുന്ന മധുലവൈഹി ശമയൻ ദുരാപൈഹി എന്ന് ഭാഗവതം പറഞ്ഞു. തുള്ളിത്തുള്ളിയായിട്ടുള്ള സുഖം, അതിന്റെ പുറകിലൊന്നും പോവാതെ ആ ഭൂമാവിനെ അകത്ത് കണ്ടവനുണ്ടല്ലോ, ആ ആനന്ദത്തിനെ അറിഞ്ഞ് അതില് മരുമരീചികയില് ഊഷരപ്രദേശത്തുള്ള മരീചികാജലം പോലെയാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ അറിഞ്ഞ് അഖണ്ഡ അദ്വയ സ്വരൂപസ്ഥിതനായിട്ട് ലോകത്തിലിരിക്കുന്നു. അവന്റെ ഒരു ലക്ഷണമാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത്. അത് നോക്കിയിട്ട് നമ്മൾ നിർത്താം. നിർമാനമോഹാജിത സംഗദോഷ അധ്യാത്മനിത്യാ വിനിവൃത്ത കാമാഃ ദ്വന്ദ്വൈർവിമുക്താഃ സുഖദുഃഖസംജ്ഞൈഃ ഗച്ഛന്തി അമൂഢാഃ പദമവ്യയം തത്. ശങ്കരാചാര്യർ മൂഢമതേ മൂഢമതേ എന്ന് വിളിച്ചു അല്ലേ? ഇവിടെ ഭഗവാൻ അമൂഢാഃ എന്ന് പറഞ്ഞു. ഈ മൂഢമതി അല്ലാത്തവൻ ആരാണ് എന്ന് വെച്ചാൽ നിർമാന മോഹാഃ ജിതസംഗദോഷാഃ അധ്യാത്മനിത്യാഃ വിനിവൃത്തകാമാഃ ദ്വന്ദ്വൈർ വിമുക്താഃ സുഖദുഃഖസംജ്ഞൈഃ ഗച്ഛന്തി അമൂഢാഃ പദമവ്യയം തത്. അവ്യയമായ പരമപദത്തിനെ ആര് പ്രാപിക്കും? അവർക്കുള്ള ലക്ഷണങ്ങളൊക്കെയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അത് നമ്മൾ നാളെ കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.